അല്ല എന്തിനും എല്ലാവരും ഒത്തിരി അല്ല പേര് സന്യാസിക്കാനായിട്ട് അല്ല ഇറങ്ങുന്നത്. ഇവിടെ നമുക്ക് ലോകത്തിൽ അല്ല ഒരുപാട് കർമ്മങ്ങളില്ല, അല്ല അത് ചെയ്യണ്ടേ? എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ആര് അവർക്ക് ആര് ഉപദേശം കൊടുക്കണം. ആർക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും? സന്യാസിമാർ തന്നെ, അതിൻ്റെ ആചാര്യന്മാർ തന്നെ ഉപദേശം കൊടുക്കണം. എവിടേക്ക് ഉപദേശം കൊടുക്കാൻ പറ്റും? ആർക്ക് ഉപദേശം കൊടുക്കാൻ പറ്റും? സമൂഹത്തിൻ്റെ മുമ്പിലാണ് നമ്മളെല്ലാം പ്രസൻറ്റ് ചെയ്യുന്നത്. അതെ. ആ സമൂഹത്തിൻ്റെ മുന്നിൽ നമുക്ക് ഉപദേശങ്ങൾ പ്രസൻറ്റ് ചെയ്യണം. അല്ല അതല്ലേ ചെയ്യേണ്ടത്. അല്ല ഈ ഉപദേശങ്ങൾ പ്രസന്റ് ചെയ്യാന്നുള്ളത് എല്ലാ കാര്യത്തിലും എല്ലാ ആളുകൾക്കും പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ ചെയ്യാൻ തീരുമാനിച്ച ഒരാളുടെ മുമ്പിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കഷായം ഇടുന്നത് എന്നല്ല, അവൻ്റെ ബോധതലത്തിൽ അവന് വികാസം ഉണ്ടാകണം, വളർച്ച ഉണ്ടാകണം, അവൻ്റെ ജൈവ പരിണാമത്തിനപ്പുറത്തൊരു ബോധപരിണാമം ഉണ്ടാകണം. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഗൃഹസ്ഥനും സന്യാസിയാകാം, ഒരു അമേരിക്കക്കാരനും ഉഗാണ്ടക്കാരനും സന്യാസിയാകാം, ചൈനക്കാരനാകാം, ഇന്ത്യക്കാരന് മാത്രമല്ല. സന്യാസം മാനവരാശിയുടെ ഒരു സാധ്യതയാണ്. ഒരു കുട്ടിക്ക് പേരിടുന്നത് പോലും നമ്മൾ ഭാരതീയമായി നോക്കുകയാണെങ്കിൽ അർത്ഥവത്തായിട്ട് പേരിടണം, മീനിങ് ഫുള്ളായിരിക്കണം, അവൻ എന്തായി തീരണം എന്നുള്ള ഒരു സന്ദേശം കൊടുക്കണം. ഇത് നമ്മുടെ പാരമ്പര്യം പൊതുവിൽ സന്യാസിമാരെ സാമാജിക ജീവിതത്തിൽ ഇടപെടുന്നതിന് വിലക്കുന്നുണ്ട്. അത് വിലക്കുന്നത് പുറത്തുനിന്നല്ല. ഈ വേഷം എടുത്തിടുമ്പോൾ ഇതൊക്കെ എന്തിനാണെന്നുള്ളൊരു ചോദ്യം ഉള്ളിലുണ്ട്. എന്നിട്ടും നമ്മൾ ഇതിൽ കിടന്നിട്ട് സർക്കസ് കളിക്കുകയാണ്. ഈ ഉള്ളിലുണ്ട് വെച്ചാൽ അതാത് ആൾക്കാരുടെ ഉള്ളിലുണ്ട്. അതായത് ഏതെങ്കിലും ഒരു സമയത്ത് വിരക്തി വന്നിട്ടാണ് നാടകം കളിക്കാൻ ഈ വസ്ത്രം ഇടുന്ന ആൾ പോലും ഇടുന്നത്. കാരണം അല്ലെങ്കിൽ വേറെ ഇഷ്ടംപോലെ വിഷയങ്ങൾ ആൾക്ക് ചെയ്തിട്ട് പോവാം. ജനങ്ങളെ യുക്തമായ രീതിയിലേക്ക് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന അതിന് ഹിതകരമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുകയാണോ, അവർക്ക് പ്രിയമായിട്ടുള്ള അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൻ്റെ ഒരു ആവേശങ്ങൾക്കൊപ്പം ഇത് ചെയ്യാണോ വേണ്ടത് എന്നുള്ളതാണ് മാധ്യമങ്ങൾക്ക് മുമ്പിലുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു സമസ്യ എന്ന് തോന്നുന്നു. അപ്പം അതിൽ ഭാരതീയമായിട്ടുള്ള പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കൊക്കെ പറയാനുള്ളത് ജനത്തിന് ഹിതമായത് കൊടുക്കണം, പ്രിയമായതല്ല കൊടുക്കണ്ടേ. മാധ്യമം തിരിച്ചറിയാൻ പ്രേരിപ്പിക്കണം അവരെ. ഏതാണ് ശാശ്വതമായത്, ഏതാണ് നമ്മളുടെ സ്വത്വത്തിനോട് ചേർന്ന് നിൽക്കേണ്ടത് എന്നൊക്കെ തിരിച്ചറിയിച്ച് കൊടുക്കണം അവർക്ക്. ലളിതവൽക്കരണം ഗുണമോ ദോഷമോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. അത് വിഷയത്തിനനുസരിച്ചും വ്യക്തികൾക്കനുസരിച്ചും ആയിരിക്കും അത് എത്രത്തോളം ലാളിത്യം കൊണ്ടുവരാൻ പറ്റും. ഇന്ന് ത്യജിക്കാൻ യാതൊന്നും ഇല്ലാത്തവർ സന്യാസത്തിലേക്ക് വരുന്നുണ്ട്. അവർക്ക് യാതൊന്നും ത്യജിക്കാനില്ല, പക്ഷേ കാഷായം മാത്രം ധരിച്ച് നാമധാരിയായിട്ട് നടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ബലം എന്ന് പറയുന്ന സാധനം സന്യാസിക്ക് ഇപ്പം പഴയതിൻ്റെ നാലിലൊന്നും പോലും ഇല്ല. കാരണം തൻ്റെ ഇടം കാണിക്കണമെന്നുണ്ടെങ്കിൽ എടാ ഞാൻ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ടാ ചാടിയെന്ന് പറയാൻ അവൻ എന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. അതില്ല. ഈ സ്വാമി ചിന്മയാനന്ദ സ്വാമികളും ഇതുപോലെ തന്നെ മാധ്യമപ്രവർത്തകൻ പിന്നീട് ആധ്യാത്മികതയിലേക്ക് സന്യാസത്തിലേക്ക് വന്നതാണ്. അപ്പോൾ അങ്ങനെ മാധ്യമപ്രവർത്തനം ഏതെങ്കിലും തരത്തിൽ ഈ സന്യാസത്തിലേക്ക് സ്വാധീനിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടോയെന്നാണ് അക്കാഡമിയുടെ കാര്യത്തിൽ നമ്മൾ സംസാരിച്ചത്. ഞാൻ ചെയ്യുന്നത് പോസിറ്റീവായിട്ട് ഒരു മാധ്യമപ്രവർത്തകന് ഈ സന്യാസ സമ്പ്രദായത്തിലേക്ക് മാറുന്നതിനുള്ള എന്തെങ്കിലും അനുകൂലമായ സാഹചര്യങ്ങൾ അങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ടോ? അല്ല, അത് നമ്മളെ അത്ര അങ്ങോട്ട് ചിന്തിച്ചിട്ടില്ല. പിന്നെയാണ് ചിന്മയാനന്ദ സ്വാമി ഇങ്ങനെ ആയെന്ന് പോലും അറിയുന്നത്. ഇതൊക്കെ നമുക്ക് നാച്ചുറൽ ജീവിതം. ഈ പത്രപ്രവർത്തനം സജീവമായിട്ട് നടത്തുമ്പോൾ നമുക്ക് ഈ എല്ലാറ്റിൻ്റെയും എല്ലാ വശങ്ങളും അറിയാൻ പറ്റും. മഹാത്മാക്കൾ എന്ന് പൊതുവിൽ നമുക്ക് തന്നെ പത്രത്തിൽ പറയേണ്ടി വരുന്ന ആളുകളുടെ മറ്റൊരു വശം നമുക്കറിയാം. നമ്മൾ പലപ്പോഴും വളരെ രൂക്ഷമായി ആക്രമിക്കുന്ന ആളുകളിൽ ഉള്ള പല നല്ല കാര്യങ്ങളും നമുക്കറിയാം. ഇതൊക്കെ ഈ നമ്മൾ കറുപ്പുമല്ല വെളുപ്പുമല്ല ഒരു ഗ്രേ ഷെയ്ഡാണ് ലോകം മുഴുവൻ നമുക്കിതിൻ്റെ ഇടയിൽ ഉള്ളൊരു കാഴ്ച കിട്ടുന്നുണ്ട്. ഏകദേശം ഇതെല്ലാം നമ്മളിപ്പോൾ ഭാരതീയമായിട്ടുള്ള ഒരു തത്വചിന്ത പറയുന്നത് പോലെ ഇതെല്ലാം ഒരു ലോകം എന്ന് പറയുന്നത് ഒരു മായയാണ്, ഒരു നാടകമാണ് എന്ന് പറയുന്ന ഒരു കാഴ്ച ഈ ബഹളത്തിൽ നിന്ന് ഒന്ന് മാറി നിന്ന് നോക്കിയാൽ കിട്ടുന്ന ഏറ്റവും ഒരു സാക്ഷിയുടെ ഒരു നിരീക്ഷകൻ്റെ ഭാവം, അതായത് ഗീത പറഞ്ഞു കൊടുക്കേണ്ടി വന്നൊരു സഞ്ജയൻ്റെ ഭാവം കിട്ടുന്ന ഏക പ്രൊഫഷൻ പത്രപ്രവർത്തകനാണ് ആണെന്ന് തോന്നുന്നു. അവസാനം എഴുതിയൊരു പുസ്തകം ഉണ്ടല്ലോ, ജീവചരിത്രം. സാക്ഷി എന്നുള്ള പേര് സാർ നമ്മൾ പറഞ്ഞിരുന്നു. പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് ഒരെണ്ണം. പിന്നെ ഈ അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പത്രപ്രവർത്തനമാണ് ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു പഠനത്തിൻ്റെ ഒരു ഗൗരവമായിട്ടുള്ളൊരു പഠനത്തിലേക്ക് നമ്മൾ തിരിയണം എന്ന് പറയുന്നത്. കാരണം പല ക്ലാസ്സുകളും കേട്ട് ആ ക്ലാസ്സുകളിൽ നിന്ന് നമ്മളിതുവരെ പ്രസംഗിച്ച കാര്യമല്ല, അതിലും വിട്ടിട്ടൊരു ലോകം ഈ ഇതിനുണ്ട് എന്ന് കരുതുന്നത് അതിലാണ് എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ പത്രപ്രവർത്തനത്തിന് അധികം അറിവൊന്നും ആവശ്യമില്ല എന്നത്.
എല്ലാവരും ഒരു ഉപരിപ്ലവ പഠനം മാത്രമുള്ള എല്ലാവരിലും. നമ്മളുടെയൊക്കെ ധാരണ, എൻ്റെയൊക്കെ ഒരു യുവത്വത്തിൽ ഒരു പത്രപ്രവർത്തകനായി കഴിഞ്ഞാൽ നമുക്ക് വൈവിധ്യമാർന്ന മേഖലകളിലേക്ക് ചിന്തിച്ചു പോകാം, എഴുതാം എന്നൊക്കെയാണ്. പക്ഷേ ഒരു പത്രത്തിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ ഒരു പേജ് നമുക്ക് തന്നാൽ ചിലപ്പോൾ തുടക്കക്കാർക്ക് കിട്ടുന്ന ചരമക്കോളായിരിക്കും, ചരമ പേജായിരിക്കും. ഒരു പേജ് സെറ്റ് ചെയ്യലൊക്കെയാണ് നമ്മുടെ രീതികൾ. കൂടുതൽ ചിന്തിക്കുന്നവർക്കൊന്നും അവിടെ സ്ഥാനമില്ല. ഒരു വാക്ക് പോലും, ഇപ്പോൾ ഞാനൊക്കെ വായിക്കുന്നത് കൊണ്ട് പത്രത്തിലൊക്കെ ചിലപ്പോൾ ചില വാക്കുകൾ കുറച്ചും കൂടി സാഹിത്യ ഭംഗിയിൽ എഴുതാമെന്ന് വിചാരിക്കും. അപ്പം അത് വെട്ടും, അത് പഴയതാകും. അത് വെട്ടും. അത് നമ്മളുടെ സർഗാത്മക സ്വാതന്ത്ര്യത്തെ ഹനിക്കും പലപ്പോഴും അത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ നമ്മൾ ജീവിച്ചിട്ട് എന്താ കാര്യം ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് പത്രപ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ. മാത്രമല്ല അന്ന് ഈ സ്പിരിച്വാലിറ്റിയെക്കുറിച്ചും ആധ്യാത്മികതയെക്കുറിച്ചൊന്നും വലിയ അറിവുമില്ല. ഞാൻ ഗുരു നിത്യയുടെ അടുത്ത് ഒരു വർക്കലയിൽ അവിടെ ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ പത്രപ്രവർത്തകനായിരുന്നപ്പോൾ തന്നെ കൺവെൻഷനിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് പോയിട്ട്. അപ്പോൾ ഗുരുവിനോട് ചോദ്യം ചോദിക്കാനൊക്കെ അവസരം തരും ഗുരു. അപ്പോൾ ഗുരു ഉപനിഷത്തുകളെയും വേദങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ഒരു ചോദ്യം എഴുതി കൊടുത്തത് ഇങ്ങനെയാണ്: ഈ വേദങ്ങളെല്ലാം ചാതുർവർണ്ണ്യം വ്യവസ്ഥയുടെ ഭാഗമല്ലേ, ഗുരു അതിനെന്തിനാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് ചോദിച്ചു എന്നുള്ള രീതിയിൽ. അപ്പോൾ എൻ്റെ അടിയിൽ ഞാൻ പേര് എഴുതിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് വായിച്ചിട്ട് ഇയാൾക്കൊരു ചുക്കും അറിയില്ല വേദത്തെക്കുറിച്ചിട്ട്. അപ്പോൾ എനിക്കാണ് കൊള്ളുന്നത് തെറ്റ്. ഗുരുവാണ് പറയുന്നത് ഇയാൾ വേദം വല്ലതും വായിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഈ ചോദ്യത്തെ തന്നെ അവഗണിച്ച് കളഞ്ഞെൻ്റെ. അപ്പോൾ അതൊക്കെ എനിക്ക് ഹർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മൾ പത്രപ്രവർത്തകനായിട്ട് എന്ത് കാര്യം, ഇത്രയും അഗാധമായ ഒരു ഗ്രന്ഥത്തെ വേണ്ടവണ്ണം പഠിക്കാതെ മനസ്സിലാക്കാതെയൊക്കെ ജീവിച്ചിരിക്കുന്നത് എന്തർത്ഥമുള്ളത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. അപ്പോൾ പത്രപ്രവർത്തനം വളരെ ശുഷ്കമായ ഒരു ബുദ്ധി, ഒരു അറിവൊക്കെയാണ്. അപ്പോൾ ആ മേഖലയിൽ നമുക്ക് പൂർണ്ണ തൃപ്തി വരില്ല എന്നൊക്കെ ബോധ്യപ്പെടുന്നുണ്ട് എനിക്ക്. അതൊരു നല്ലൊരു സന്ദർഭമായിരുന്നു. പ്രത്യേകിച്ചും എൻ്റെ മുന്നിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നുള്ളൂ അന്ന്. ഗുരു നിത്യചൈതന്യതി മാത്രമായിരുന്നു. അന്ന് സത്യസായി ബാബ, അമൃതാനന്ദമയ്യമ്മ ഒക്കെ ഉണ്ടായിരുന്നു, ഗുരുക്കന്മാരായിട്ട് ഇവിടെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ചിന്മാനന്ദ സ്വാമികളുണ്ടായിരുന്നു. ഓഷോ എൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു. അന്ന് ഓഷോ സമാധിയായി ഏകദേശം ആ സമയത്ത്. കൃഷ്ണമൂർത്തി ഒക്കെ പോയി, അവരെല്ലാവരും അവരുടെ ഗ്രന്ഥങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയ സമയമാണ്. പക്ഷെ അപ്പോഴൊരു ഒരു ഒരു ഗ്ലോബൽ ഗുരു എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നത് ഗുരു നിത്യേനയാണ്. അപ്പോൾ ഗുരുവിൻ്റെ അടുത്തെത്തുക എന്ന് മാത്രം ലക്ഷ്യം, വേറൊന്നുമില്ല. അല്ല, പക്ഷേ നമ്മളിപ്പോൾ ഈ ജേർണലിസത്തിന്റെ പരിമിതി എന്ന് പറയുമ്പോഴേ, ജേർണലിസം തന്നെ പറയുന്നത് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്, കമ്മ്യൂണിക്കേറ്റ് ടു ദി മാസ് ആണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഈ സ്വാതന്ത്ര്യത്തെയൊക്കെ അവിടെ നിഷേധിക്കപ്പെടുന്നത്. അതെ. അപ്പോൾ അത് പക്ഷേ വ്യക്തിയുടെ വശത്തൊരു പ്രശ്നമാണ്. കാരണം ഒരു ജേർണലിസ്റ്റ് ആകാൻ തീരുമാനിച്ചിറങ്ങുന്ന ഒരാൾ ഇങ്ങനെയാണെന്ന് കാണുമ്പോൾ അയാൾ പിന്നോട്ട് പോകേണ്ടി വരും. അപ്പം നമ്മളുടെ ഈ മാധ്യമ പഠനത്തിൽ എന്തെങ്കിലും മാറ്റം ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടോ? മാധ്യമ പഠനത്തിൽ മാറ്റങ്ങൾ ആവശ്യം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാന്ദർഭികമായിട്ട്. ജനങ്ങളാണ് മാധ്യമത്തിൻ്റെ മുന്നിലിരിക്കുന്നത്. ഇപ്പോൾ ജനങ്ങൾ വായിക്കുന്നതും ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുമായ കാര്യങ്ങൾ മാധ്യമം കൊടുക്കുന്നത്. പക്ഷേ നമുക്ക് ജനങ്ങൾ വേണ്ടത്ര അഭിജ്ഞരാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ജനാധിപത്യത്തിൽ ജനം എന്ന് പറയുന്നത് വലിയ സംഘടനകളുടെ ഒക്കെ പിൻഗാമികളാണ്. അവർ ഒരിക്കലും വേണ്ടത്ര പഠിച്ചവരോ അറിഞ്ഞവരോ ചിന്തിക്കുന്നവരോ ഒന്നല്ല. ഏതെങ്കിലും വിശ്വാസത്തെയോ ആശയത്തെയോ ഒക്കെ പിന്തുടർന്ന് പോകുന്നവരാണ്, മുമ്പേ ഗമിക്കുന്നവരുടെ പിന്നാലെ പോകുന്നവരാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ജനാധിപത്യത്തിൽ ജനം എന്ന് പറയുന്നത് വളരെ ശുഷ്കബുദ്ധിയുള്ളവരും ചിന്തിക്കാത്തവരുമാണ്. അവർക്ക് കൊടുക്കേണ്ടത് ഏതെങ്കിലും ചില വിശ്വാസങ്ങളോ ചില ചുരുങ്ങിയ അറിവുകളൊക്കെയാണ്, ഇൻഫോർമേഷനുകളാണ് അവർക്ക് വേണ്ടത്. ആ ഇൻഫോർമേഷന് അപ്പുറത്തേക്കൊന്നും പത്രപ്രവർത്തനത്തിന് സാധ്യതകളൊന്നുമില്ല. അതിപ്പോൾ നമ്മൾ പാശ്ചാത്യ ലോകത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നാണല്ലോ പത്രപ്രവർത്തനത്തെ. പത്രങ്ങളൊക്കെ പാശ്ചാത്യ ലോകത്ത് എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെ ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഒന്നാം പേജ് അല്ലെങ്കിൽ സ്പോർട്സ് പേജ് എല്ലാം അവിടെ നിന്ന് കോപ്പി കൊണ്ടുവരാണ്. അപ്പോൾ ഈ ഭാരതീയമായ അറിവിനെ പ്രതിഫലിപ്പിക്കാൻ സാധിക്കണ്ടേ ഇവിടുത്തെ പത്രങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക്? തീർച്ചയായും അത് സാധിക്കുന്നുണ്ടോ? ഇല്ല, അത് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനോട് നിരാസവും നിഷേധവും ഉണ്ട്.
ഭാരതീയമായ എന്തും പഠിക്കുന്നത് ഒരു പക്ഷേ അത് ഒരു വ്യക്തിയെ വലതുപക്ഷ സ്വഭാവിയാക്കി മാറ്റുമെന്ന് ഭയപ്പെടുന്നുണ്ട് മാധ്യമങ്ങളൊക്കെ. ഉപനിഷത്തുകൾ, ഇപ്പോൾ പറഞ്ഞൊരു ഉപനിഷത്തുകൾ, ഈ ഉപനിഷത്തുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾ പക്ഷരഹിതമാകുകയാണ് ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ ഇപ്പൊ പറയുന്ന ഒരു കൊച്ചുകുട്ടിയുടെ വയലും കേട്ടാൽ പോലും ഹിന്ദുത്വവാദിയാവും. അപ്പോൾ ഉപനിഷത്തുകളെ നിഷേധിക്കുന്നത് ഈ അർത്ഥത്തിലാണ്, ഭയപ്പെട്ടിട്ടാണ്. രാഷ്ട്രീയം ഭയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും വലതുപക്ഷ രാഷ്ട്രീയം ഇവിടെ വളരെ അധികം വർദ്ധിച്ചു വരുന്നുണ്ടല്ലോ, അതിൻ്റെ സാധ്യതകൾ. പക്ഷെ അപ്പോൾ ഇത് പഠിക്കുന്നവരെല്ലാം ഈ രാഷ്ട്രീയത്തിലേക്ക് പോകുമെന്നൊരു ഭയമുണ്ട് ജനങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ഇതിനെ നിഷേധിക്കുക, ആഴമുള്ളതിനെയൊക്കെ നിഷേധിക്കാമെന്നുണ്ട്, ചിന്തിക്കുന്നതിനെ നിഷേധിക്കുക. അപ്പം അത് അപകടകരമായ രീതിയിൽ ആ പാർട്ടികൾക്ക് തന്നെ വരും. പിന്നീട് ഭയപ്പെടുന്നത് വന്നുകൊണ്ടിരിക്കുകയാണ്, വന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സർഗാത്മകമായി ചിന്തിക്കുന്നവർ, ഇപ്പോൾ ഒ വി വിജയൻ നല്ല ചിന്തകനാണ്. പക്ഷെ ഒ വി വിജയൻ്റെ ഭാഷ കൂടുതലും പിന്നീട് ഖസാക്കിൻ്റെ ഇതിഹാസത്തിനൊക്കെ ശേഷം ധർമ്മപുരാണം ഒക്കെ കഴിഞ്ഞിട്ട് ഗുരുസാഗരൊക്കെ എഴുതുന്ന സമയത്തുണ്ടല്ലോ, അതിൽ ആ ഭാഷ മുഴുവൻ ഔപനിഷദകമായിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ ആ കാമ്പ് എടുത്തിട്ടാണ് എഴുതുന്നത്. പക്ഷെ ആ ഒ വി വിജയന് പിന്നീട് എല്ലാവരും മുദ്രകുത്തിയത് ഒരു വലതുപക്ഷ എഴുത്തുകാരനായിട്ട്. സാഹിത്യ കൃതികളെക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ അതിലും ഈ ഇടതുപക്ഷ വിമർശനാത്മകമായ ഒരു സിന്ദൂരപ്പൊട്ടിൻ്റെ ഓർമ്മയ്ക്ക് അതൊക്കെയുള്ള വിമർശനാത്മകമായിട്ടുള്ള ലേഖനങ്ങളിൽ പോലും സ്വാമിജി പറഞ്ഞ ഔപനിഷികമായിട്ടുള്ള ഒരു തലം വളരെ ശക്തമാണ്. അതാണ് എനിക്ക് തോന്നുന്നത് അവരെ ആ ഒരു കാലത്ത് അത്ര ആഴത്തിൽ മുറിവേൽപ്പിച്ചിരുന്നു. വിജയൻ്റെ സാഹിത്യകൃതികളെക്കാൾ കൂടുതൽ ഒരു ലേഖനങ്ങളും അതിനേക്കാൾ ഷാർപ്പാണ് കാർട്ടൂണുകളും. ഇപ്പോൾ രണ്ട് മീനുകൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടെന്ന ഒരു ഇതുണ്ട്. അതായത് മുകളിലൊരു ലോകം ഉണ്ടെന്നും അവിടെ മനുഷ്യരൊക്കെ ഉണ്ടെന്നും അതൊക്കെ നീ വെറുതെ അല്ല വലയിൽ കുടുങ്ങുന്ന സമയത്തല്ല എനിക്കിപ്പോൾ തോന്നുന്നു വേറൊരു ലോകം ഉണ്ടായേക്കാം. അത് യോവിജിനൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ സാഹിത്യത്തിൽ ഇപ്പം അങ്ങനെയൊക്കെ ഒന്നുകൂടെ കൃത്യമായിട്ട് അറിയും കൂടെ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, സാഹിത്യത്തിലൊക്കെ ചിലരെ ഇങ്ങനെ ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന ഒരു പരിപാടി ഇടതുപക്ഷത്തിനുണ്ടല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഈ ഒവിജിൻ്റെ കാര്യത്തിലേക്ക് ഏതാണ്ട് ആ ഒരു നിലപാടല്ലേ ഉള്ളത്. അപ്പോൾ എന്താണ് അതിലൂടെ ഒരു ലക്ഷ്യം വെക്കുന്നത്? ഇപ്പോൾ സാഹിത്യത്തിലേക്ക് അങ്ങനെ വേർതിരിച്ച് നിർത്തിയതുകൊണ്ട് അത്തരം എഴുത്തുകാർ വായിക്കപ്പെടാതിരിക്കുകയോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ കേരളം പോലൊരു സ്ഥലത്ത് അവർ തന്നെ പറഞ്ഞിട്ട് ഇത് കേരളമാണ്, കേരളത്തിൽ സാധിക്കുമോ എന്നുള്ളതാണ്. അല്ല, അതിലൊരു കാലത്ത് ഏറ്റവും വലിയ മഹാകവിയായിട്ട് ഇടതുപക്ഷം നമുക്ക് തന്ന ആളെ എഴുതിയിരുന്നത് സോവിയറ്റ് എന്നൊരു നാടുണ്ട് അത്രേ, പോകാൻ കഴിഞ്ഞെങ്കിൽ എന്ത് ഭാഗ്യം എന്ന് പറഞ്ഞ ആളാണ്. ആ കവിയുടെ പേര് പോലും ഇപ്പോൾ നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ ആ ഒരു വിപ്ലവ പന്ഥാവിൽ നിന്ന് മാറി വന്ന സുബ്രഹ്മണ്യൻ തിരുമുമ്പിൻ്റെയൊക്കെ കൃതികൾ ഇന്നും ഒരുപാട് പേര് അതിൻ്റെ അനുസന്ധാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഔപനിഷികമായ ദർശനത്തെ വേറൊരു തരത്തിൽ കാവ്യാത്മകമായി സാക്ഷാത്കരിച്ച അക്കിത്തത്തിനെ പോലുള്ള, അക്കിത്തത്തിനെയൊക്കെ വേട്ടയാടിയതിൻ്റെ എത്രത്തോളം മാറ്റി നിർത്തപ്പെടുകയോ അത് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അത് വിട്ടിട്ട് ഇന്നും ആ ഒരു കാര്യങ്ങൾ ജനങ്ങളിലെ മനസ്സിൽ, അനുവാചകരുടെ മനസ്സിൽ ഹൃദ്യമായിട്ടുള്ള അനുഭൂതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം അത്തരത്തിലുള്ള ചില മാറ്റി നിർത്തലുകളോ മറ്റുള്ളതോ ഒന്നും തുച്ഛമായിട്ടുള്ള നമ്മളുടെ ഒരു 5-10 കൊല്ലത്തിനിടയ്ക്ക് എന്തെങ്കിലും ഇത് ചെയ്യാം. അത് വിട്ടിട്ട് വിപുലമായിട്ടുള്ളൊരു കാലത്തിൻ്റെ മുമ്പിൽ അത് MP നാരായണപിള്ളയോ മറ്റാണെന്ന് തോന്നുന്നു, അതായത് ഇറങ്ങിയിട്ട് 25 വർഷമെങ്കിലും കഴിഞ്ഞിട്ട് എഡിഷൻ ഇറങ്ങുന്നുണ്ടെങ്കിലുള്ള പുസ്തകമേ വായിക്കണുള്ളൂ. ഈ കേരളത്തിലെ പത്രപ്രവർത്തന രംഗത്ത് പറ്റിയിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഈ മാധ്യമരംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ട്, പത്രം ബിസിനസ് വ്യാപാര സ്ഥാനം എന്നുള്ള രീതിയിലല്ല, അറിയിക്കാൻ, ലോക സമൂഹത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചർ ഇവിടുത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സ്ട്രക്ചർ ഇവിടെ മാറി വന്നിട്ടുള്ള ഗവൺമെൻറ്റുകളുടെ അവരുടെ ബോധ്യത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള സ്ട്രക്ചറാണ്. അപ്പോൾ ആ സ്ട്രക്ചറിന് വെളിയിലേക്ക് ചിന്തയുടെയോ സാഹിത്യത്തിൻ്റെയോ കലയുടെയോ ഒന്നും മേഖല വ്യാപരിക്കാൻ സമ്മതിക്കില്ല. ഇത് കേരളത്തിനെ ബാധിച്ചിരിക്കുന്ന വലിയൊരു ദുർബോധമാണ്. ആ സ്ട്രക്ചർ, അതുകൊണ്ടാണ് കേരളത്തിൻ്റെ സ്ട്രക്ചർ ഈ ഇന്ത്യൻ ദേശീയതയുടെ ഒരു ഭാഗമായിട്ട് നിൽക്കാതെ മാറ്റി നിർത്തിക്കൊണ്ടിരുന്നത്.
ഇന്ത്യൻ ദേശീയതയുടെ ഒരു സ്ട്രക്ചർ ഈ പറയുന്ന നമ്മുടെ സാഹിത്യ ലോകത്തിലോ ഈ മാധ്യമ ലോകത്തിലോ ഒന്നിലും വരാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തതിൻ്റെ ഒരു സംഗതിയാണ് വാസ്തവത്തിൽ കീഴാനല്ലൂർ പരമേശ്വരൻ നമ്പൂതിരി. അദ്ദേഹം ഇറക്കുന്നൊരു ഭാഷയുണ്ട്, ആ ഭാഷ ശ്രദ്ധിക്കണം. അദ്ദേഹം എടുക്കുന്ന ഭാഷ അത് നോവൽ രൂപത്തിലാണ് അദ്ദേഹം എടുക്കുന്നത്. പക്ഷേ ആ നോവലിനകത്തൂടെ നമ്മൾ വായിച്ചു പോകുമ്പോൾ നമ്മുടെ ദേശീയതയുടെ ഒരു ധാര മുഴുവൻ നമ്മളെ പൊതിയുന്ന പോലെ തോന്നും. കീഴാനല്ലൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ ആ ഒരു ഒറ്റ ചെറിയ അപ്പം ഈ സാധനം നമുക്ക് എല്ലാത്തിലും കൊണ്ടുവരാവുന്നതാണ്. നമുക്ക് മാധ്യമരംഗത്തും അതുപോലെ തന്നെ കലയുടെ രംഗത്തും സാഹിത്യ രംഗത്തും എല്ലാം വരാം. അത് തൊട്ട് മുമ്പേ ചെയ്തിരുന്നതാണ് ഒ വി വിജയൻ. ഒ വി വിജയൻ വളരെ ഭംഗിയായിട്ട് ചെയ്തു. വാസ്തവത്തിൽ പുനർജന്മം എന്നുള്ള കൺസെപ്റ്റ് തന്നെ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്തിയെടുത്ത് വിജയൻ്റെ സാഹിത്യത്തിൽ നിന്നാണ്. വിജയൻ്റെ സാഹിത്യം തന്നെയാണ് പുനർജന്മം എന്നുള്ള കൺസെപ്റ്റ്, അല്ലെങ്കിൽ തള്ളിക്കളയേണ്ട സാധനമാണ് നമ്മളൊക്കെ. വിജയൻ ശരിക്കും ഒരു തിരിയുടെ ആത്മാവ് വന്ന് സംസാരിക്കുന്നത് വളരെ കൃത്യത, എന്തൊരു രസമായിട്ട് അത് നമുക്ക് എടുത്തു തരുന്നത്. ടാഗോർ അതൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്. ടാഗോറിന്റെ ഒരു കഥയുണ്ടല്ലോ, റായ്ച്ചരന്റെ ഒരു കഥയുണ്ട്. ഒരു കുട്ടി മരിച്ചു പോയിട്ട് രണ്ടാമത് ജനിച്ചു വരുന്നത്, അത് അതേ കുട്ടി തന്നെ ജനിച്ചു വരികയാണ്. അത് ടാഗോർ ഒരു കഥയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിട്ട്. അപ്പോൾ ആ സാധനം കൊണ്ട ഒരു ഭാഷ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ സമയത്ത്. എന്നിട്ട് ഞാൻ ഈ കയറി ചെന്നത് നമ്മുടെ വൈക്കത്ത്, ഈ നമ്മുടെ ആര്യ സമാജത്തിൻ്റെ ഒരു ആശ്രമമുണ്ട് അവിടെ വൈക്കത്ത്, അറിയാതെ ഒരാശ്രമമുണ്ട്. എനിക്കറിയില്ല, ഞാൻ ആകസ്മികമായിട്ട് ചെന്ന അവിടെ ചെന്ന് അവിടുത്തെ ഒരു അന്ന് അവിടെ നോക്കി നടത്തുന്ന ആളിനോട് കണ്ട് ഞാൻ ആവശ്യപ്പെട്ട ഇതാണ്, എനിക്ക് ഒ വി വിജയൻ്റെ പോലുള്ള ആത്മീയ ഭാഷ പഠിക്കണം. ഒ വി വിജയൻ്റെ പോലുള്ള ആത്മീയ ഭാഷ പഠിക്കണം. അവിടെ ചെന്ന് ആവശ്യപ്പെട്ടു. ഇയാൾ അന്തം വിട്ട് നോക്കി നിൽക്കുക, ഒ വി വിജയൻ്റെ ആത്മീയ ഭാഷ പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്ന്. അപ്പം ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഒരു കുറേ വിഷമം കൊണ്ട് ഞാൻ ഇതിനകത്തു നിന്ന് ഔട്ടായി നിന്നിരുന്ന ഒരാളായതുകൊണ്ടാണ് എനിക്ക് ഇതിനകത്ത് ഈ സങ്കീർണത, ഈ പറയുന്ന വിഷമസന്ധികൾ എനിക്ക് ഫീലിംഗ് ആയിട്ട് നിൽക്കുന്നത്. ശരിക്കും അതൊരു ഫീലിംഗ് ആണ്. നമ്മുടെ ഇവിടുത്തെ ഒരു സാധനം മുഖ്യധാരയാണ്, അല്ല ഇവിടുത്തെ മജോറിറ്റി സമൂഹമാണ്, പക്ഷേ മജോറിറ്റി സമൂഹത്തിൻ്റെ ഭാഷ പോലും നമുക്ക് പ്രയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം പിടികിട്ടിയിട്ടുണ്ട്. മജോറിറ്റി സമൂഹത്തിൻ്റെ ആ ഭാഷ പോലും പ്രയോഗിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൻ്റെ വാസ്തവത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് മാധ്യമങ്ങളിൽ കൂടെ തന്നെ പറ്റുള്ളൂ. അതെ, അതിപ്പോൾ നമ്മൾ മാധ്യമം എന്ന് പറയുമ്പോൾ ഇപ്പം സിനിമയുടെ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ ഒരു 3-4 വർഷം മുന്നേ അല്ലെങ്കിൽ 5-6 വർഷം മുന്നേ പറഞ്ഞത്, മലയാള സിനിമയെ വരിക്കാശ്ശേരി മനയിൽ നിന്ന് പുറത്തിറക്കുകയാണ് എൻ്റെ ദൗത്യം എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് മാർഗദർശക മണ്ഡലം പോലുള്ള സംഘടനകളല്ലേ ഇതിലൊക്കെ എന്തൊക്കെ ചെയ്യേണ്ടത്? സന്യാസിമാർ കൃത്യമായിട്ട് ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതാണ്. ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ദൈനംദിന മാധ്യമങ്ങളുടെ ഒരു സ്വഭാവം, അതായത് ഇന്ന് കേൾക്കുന്നൊരു കാര്യം എന്താണ് ഏതാണ് നാളെ എന്ത് മാറ്റം ഉണ്ടാകും എന്നൊന്നും അറിയാതെ നേരെ വിഴുങ്ങി പിറ്റേ ദിവസം ഛർദ്ദിക്കുന്ന ഒരു മാധ്യമം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സംഗതി ഈ ഭാരതീയമായ സംസ്കൃതിയിലില്ല. ഭാരതീയമായ സംസ്കൃതിയിൽ നമ്മൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് വരും കാലത്ത് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതിൽ തന്നെ നമ്മുടെ ഈ 5W1H നമ്മൾ ചിന്തിച്ചിട്ടേയില്ല. ഏറ്റവും അപ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് പല കാര്യങ്ങളിലും ഹൂ എന്നുള്ളത്. കാരണം ആര് എന്ന് പറയുന്നൊരു ചിന്തയേ ഉണ്ടായിട്ടില്ല. നമ്മുടെ എല്ലാ കൃതികൾ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാലും ഇന്നിപ്പോൾ അതിനെയൊക്കെ ഒരു പേരായിട്ട്, ഇപ്പോൾ ചരക സംഹിത, ചരകൃഷി എന്ന് പറയുന്ന ഒരു ഇത് എഴുതിയിട്ടുണ്ട്. ചര ശബ്ദത്തിൻ്റെ അർത്ഥം അന്നപ്രാണങ്ങളുടെ ശുദ്ധമായിട്ടുള്ള ആചരണം, അതിൻ്റെ സംഹിത എന്നുള്ളതാണ്. ഓരോ പേരുപയോഗിച്ചിരുന്നത് പോലും ആ കൃതിയുടെ തത്വത്തെ ബോധിപ്പിക്കുന്നതിനുള്ള പേരാണ്, അത് എഴുത്തുകാരൻ്റെ പേരായിട്ട് തന്നെ അവർ ഉപയോഗിച്ചത്. അത് എഴുതിയിരിക്കുന്നതോ അല്ലെങ്കിൽ ക്രോഡീകരിച്ചിരിക്കുന്നതോ ആരാണെന്ന് നമുക്കറിയില്ല. വ്യക്തികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ അതിൻ്റെ കാലികമായ അംശങ്ങളെയെല്ലാം ചേറ്റിക്കൊഴിച്ച് കളഞ്ഞ് സാർവകാലികമായത് മാത്രം അടുത്ത ഇതിലേക്ക് പകരുക എന്നുള്ളൊരു കാര്യം, അത് എഴുത്തിലായിക്കോട്ടെ, ഗീതത്തിലായിക്കോട്ടെ, അവതരണത്തിലായിക്കോട്ടെ എല്ലാം ആചാര്യന്മാർ നിഷ്കർഷിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പം ഈ പാശ്ചാത്യ പഠന സമ്പ്രദായം, ഇപ്പം ഗവേഷണമൊക്കെ വന്നപ്പോൾ സൈറ്റേഷൻ വളരെ പ്രധാനമാണ് എന്നൊക്കെ വന്നു, അല്ലെങ്കിൽ ഈ കാലഗണന പ്രധാനമാണ് എന്നൊക്കെ വന്നു. അപ്പോൾ നമുക്ക് ഇന്നിപ്പം പറഞ്ഞ പോലെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിയില്ല. നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഭൂരിപക്ഷത്തിൻ്റെ ഭാഷ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഈ ഭാരതീയമായ അറിവിന് നമ്മളിപ്പോൾ ഈ ആഗോള സാഹചര്യം, പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ എല്ലാ എന്താ പറയുക കൊടുക്കൽ വാങ്ങലും നടക്കേണ്ടുന്നൊരു സമയമാണ്. അപ്പോൾ ശരിയായ രീതിയിലുള്ള കൊടുക്കൽ നടക്കാതെ പോകുന്ന, എടുക്കൽ മാത്രം, നമ്മൾ പാശ്ചാത്യ ലോകത്തിനുള്ള അറിവ് എടുക്കുന്ന മാത്രമായിട്ടുള്ളൊരു സമൂഹമായിട്ട് അത് രണ്ട് തരത്തിൽ, അതായത് ഇവിടെയുള്ള പാരമ്പര്യമായിട്ടുള്ള ഗുരുകുലങ്ങളിൽ ആ പാഠ്യപദ്ധതിയും അധ്യയനവും ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ ഇതേ കാര്യത്തിൽ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന അക്കാദമിക വ്യായാമങ്ങളിൽ
അവിടെ നിന്നുള്ള ഒരു സാന്നിധ്യവും ഇല്ല, ആ അറിവുകളുടെ ഒരു പങ്കുവയ്ക്കലും ഇല്ല. ഇത് രണ്ടും ഇപ്പോഴും രണ്ട് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റായിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു കൂടിച്ചേരൽ, അതായത് ആധുനിക കാലത്ത് നടക്കുന്ന അക്കാദമികമായിട്ടുള്ള പഠന ഗവേഷണങ്ങളിൽ പരമ്പരാഗതമായിട്ട് ഈ ശാസ്ത്രത്തെ എങ്ങനെ പകർന്നു കൊടുത്തു എന്ന് പറയുന്നൊരറിവ്, അത് വളരെ ആ ഒരു പരസ്പരമുള്ളൊരു ലിങ്കിങ് വളരെ അനിവാര്യമായിട്ടുള്ളൊരു ഘട്ടമാണ്. അതില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും പലതരത്തിലുള്ള യൂണിവേഴ്സിറ്റി പഠനങ്ങളും ഇത്തരത്തിലുള്ള ഇപ്പം ഒരു പൗരാണികമായിട്ടുള്ള വാങ്മയത്തിൽ ഒരു ഋഷിയും ഒരു സ്ത്രീയുമായിട്ട് കല്യാണം കഴിച്ചു എന്ന് പറയുന്നൊരു സംഗതി ഉള്ളത്, ആ പേരുകളിൽ നിന്ന് തന്നെ രണ്ട് എനർജികളുടെ സംയോഗവും അത് ഭൂമിയിൽ, പ്രകൃതിയിലോ ശരീരത്തിനകത്തോ നിർവഹിക്കുന്ന പുതിയൊരു പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഹരി ഹര സുധൻ എന്ന് പറയുന്നത് ഹരി സ്ഥിതിയായിട്ടും ഹരൻ സംഹാരമായിട്ടും, സ്ഥിതിയിലെ സംഹാരമൂർത്തിയായിട്ട് ആ ദേവതയെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ അർത്ഥങ്ങളെ, അത് 5000 കൊല്ലം മുമ്പുള്ള അതേ അർത്ഥം തന്നെയാണ് ഇന്നെന്നും, അതേ അർത്ഥം തന്നെയാണ് പിന്നീടെന്നുള്ള കൃത്യമായിട്ടുള്ള ശാസ്ത്ര പദ്ധതിയുണ്ട്. ആ ശാസ്ത്ര പദ്ധതി പക്ഷേ പാരമ്പര്യമായിട്ടുള്ള വിദ്യാകേന്ദ്രങ്ങളിൽ മാത്രം ഇരിക്കുകയും അത് ആധുനിക കാലത്തുള്ള യൂണിവേഴ്സിറ്റി പോലുള്ള സങ്കേതങ്ങളിലേക്ക് വരാതിരിക്കുകയും ചെയ്തു. ആ ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ അറിവിൻ്റെ അഭാവം അല്ലെങ്കിൽ ബോധപൂർവം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതും ഇതെല്ലാം ഈ രംഗത്ത് നടക്കുന്നുണ്ട്. അത് ശരിക്ക് രണ്ട് തലത്തിൽ നിന്നും, അതായത് സാമാജിക വ്യവസ്ഥ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സന്യാസിമാർക്ക് നേരെ വന്നിട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ വിദ്യാഭ്യാസ രംഗവും വളരെ ശുഷ്കമാകുന്നതിൻ്റെ കാരണം, ഇപ്പോൾ ഒരു കുട്ടിക്ക് പേരിടുന്നത് പോലും നമ്മൾ ഭാരതീയമായി നോക്കുകയാണെങ്കിൽ അർത്ഥവത്തായിട്ട് പേരിടണം, മീനിങ് ഫുള്ളായിരിക്കണം. അവൻ എന്തായി തീരണം എന്നുള്ള ഒരു സന്ദേശം കൊടുക്കണം. അപ്പം പേരുകളിലൊക്കെ ഇപ്പോൾ നഷ്ടപ്പെടുന്നുണ്ട് അതൊക്കെ. മാത്രമല്ല നമ്മുടെ ഭാഷാ പഠനത്തിൻ്റെ രീതി നോക്കുകയാണെങ്കിൽ ഭാഷ നിരുക്തം, ഒരു ശബ്ദം എവിടെ നിന്ന് ഉത്ഭവിച്ചു വരുന്നു എന്ന് ചിന്തിച്ചിരുന്നില്ല ഒരു കാലത്ത്. വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്യുന്നത് നമ്മളുടെ വാക്കുകളുടെ ശേഖരം അത് പരിശോധിച്ച് നോക്കണം. അതിനെല്ലാത്തിനും ഒരു ഉദ്ഭവമുണ്ട്, അതിനൊരു റൂട്ട് വേർഡുണ്ട്, അത് റൂട്ട് ശബ്ദമുണ്ട്. അതൊന്നും ഇന്നത്തെ കാലത്ത് ആരും അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇന്നത്തെ മലയാള സിനിമാ ഗാനങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ ശുഷ്കമാണ്. അപ്പോൾ ഭാഷയുടെ വലിയ ഒരു അധപതനം ഉണ്ടാകുന്നുണ്ട്. ശരിക്കും മാധ്യമങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ബോധവാന്മാരാക്കണ്ട. മാധ്യമധർമ്മത്തിൽ ഇന്ന് ചുരുക്കം മേഖലകളിൽ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നുള്ളൂ. രാഷ്ട്രീയമാണ് മനുഷ്യൻ്റെ മനസ്സിനെ കൂടുതലും സ്വാധീനിക്കുന്നത്. മനുഷ്യൻ്റെ ചിന്തയെ പ്രചോദിപ്പിക്കുന്നത്, ഉദ്ദീപിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളില്ല. ഭാഷയെ പരിഷ്കരിക്കുന്ന, സാഹിത്യത്തിൻ്റെ ആഴങ്ങൾ, ഇപ്പോൾ വിജയനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, വിജയൻ്റെ സാഹിത്യത്തിന് ഒരു കാണാപ്പുറങ്ങളുണ്ട്, വായിക്കാൻ പറ്റാത്ത ചില മേഖലകളുണ്ട് അതിനൊക്കെ. അത്തരം ഒരു അന്വേഷണമൊന്നും ഇന്നത്തെ കാലത്തില്ല. ഇന്ന് ഉപരിപ്ലവമായിട്ടുള്ള ഇതൊരു കടമെടുത്ത ഒരു ബോറോഡ് നോളജിൻ്റെ ഭാഗമായിട്ട്, പാശ്ചാത്യ പഠനത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ സംസ്കാരത്തെ പരിപോഷിപ്പിക്കുന്നതിന് പകരം പാശ്ചാത്യരുടേത് നമ്മൾ കടമെടുത്ത് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. പക്ഷെ ഗുരു നിത്യമൊക്കെ ചെയ്തിട്ടുള്ള കാര്യം നമ്മുടേതായ എല്ലാത്തിനെയും ആധുനിക ലോകത്തിൻ്റെ ശാസ്ത്രവുമായിട്ട് ഇണക്കുമായിരുന്നു. ഇപ്പോൾ ഭാരതീയ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മനഃശാസ്ത്രം ഇല്ല. പക്ഷേ ഇവിടെ എല്ലാ ഗ്രന്ഥത്തിലും മനഃശാസ്ത്രമുണ്ട്. ഒരു ഉപനിഷത്ത് എടുത്ത് പഠിക്കും മനഃശാസ്ത്രമുണ്ട്. അതിലൊരു പ്രകരണ ഗ്രന്ഥം, ശങ്കരാചാര്യരുടെ പ്രകരണ ഗ്രന്ഥം എടുത്ത് പഠിച്ചാൽ മനഃശാസ്ത്രമുണ്ട് അതിൽ. പക്ഷെ അതിൽ മനഃശാസ്ത്രമുണ്ടെന്ന് ശാസ്ത്രീയമായിട്ട് ആരെങ്കിലും പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുള്ളൂ ആളുകൾക്ക്. അതൊക്കെ ഈ ആചാര്യന്മാർ ചെയ്തിരുന്നു. ഇപ്പോൾ ഗുരു നിത്യം ചെയ്തിട്ടുണ്ട് അത് നന്നായിട്ട്. അല്ല, പക്ഷെ അതിനൊക്കെ ഒരു തുടർച്ചയില്ലാതായി പോകുന്നില്ലേ? അതായത് ഇപ്പം ഗുരു നിത്യ രീതി തന്നെ ആ കാലത്തിന് ശേഷം ഇപ്പം മുന്നോട്ട് പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നുണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിപ്പോൾ ഏത് ധാര എടുത്താലും, ഇപ്പം ചിന്മയാനന്ദ സ്വാമി എടുത്തു കഴിഞ്ഞാൽ ചിന്മയ മിഷൻ പ്രവർത്തിക്കുന്നുണ്ട്, അപ്പോൾ ഏത് ഇപ്പോൾ രാമകൃഷ്ണ മിഷൻ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ പഴയ രീതിയിലോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തിന് വേണ്ട രീതിയിലോ ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോ കാലത്തും അങ്ങനെ സംഭവിക്കുന്നു. ആ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇവരെല്ലാവരും മഹാവൃക്ഷങ്ങളായിരുന്നു. ഈ മഹാവൃക്ഷങ്ങൾക്ക് നിലനിൽക്കുമ്പോൾ അതിനേക്കാൾ കവച്ചു വെക്കുന്ന വൃക്ഷങ്ങളാകാൻ ഇനി പലർക്കും പറ്റിയെന്ന് വരില്ല. പക്ഷെ അതിൻ്റെ ചുവട്ടിൽ എത്തിപ്പെട്ടിട്ടുള്ള ചെറുവൃക്ഷങ്ങളായിട്ട് ബാക്കിയൊക്കെ നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ശങ്കരാചാര്യർ വന്നു,
അതിനുശേഷം ഒരു ശങ്കരാചാര്യൻ എന്താ കേരളത്തിൽ നിന്ന് വന്നില്ല പിന്നീട് എന്ന് ചോദിക്കും. കാരണം ശങ്കരാചാര്യർ അതേപോലെ പ്രതിഭാധനനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അത്തരം വ്യക്തികൾ അസാധാരണങ്ങളാണ്. അപ്പോൾ ഈ ഗുരുകുലത്തിൻ്റെ സംവിധാനത്തിൽ നിത്യ നടരാജഗുരു ഇവരൊക്കെ വളരെ റയറായിട്ടുള്ള മനുഷ്യരാണ്. പ്രതിഭകൾ വല്ലപ്പോഴേ സംഭവിക്കുന്നല്ലേ. അല്ല, അത് മാത്രമല്ല, അതെപ്പോഴും ഇപ്പോൾ സ്വാമിജി പറഞ്ഞ പോലെ ഒരു മഹാവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ, അത് വളരെ യാദൃശ്യമായിട്ടൊരു വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകനായിട്ട് ഒരു പത്രപ്രവർത്തകൻ എറണാകുളത്തുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മൾ ഒരു ട്രെയിനിങ് എന്നുള്ള നിലയിലുള്ള കാലത്തൊക്കെ അവർ കേട്ട് ബന്ധപ്പെടുന്ന സമയത്തൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു ഇത്രയും വലിയൊരു അച്ഛൻ്റെ മകനായിട്ടുള്ള അനുഭവങ്ങളൊക്കെ. അപ്പം അദ്ദേഹം ഇങ്ങനെ വളരെ എടോ അത് ഒരു വലിയ വൃക്ഷം, വഴി പോകുന്ന എല്ലാവർക്കും തണല, ഒരുപാട് കിളികൾക്ക് ഭക്ഷണവും താമസവും ഒക്കെ കിട്ടും. പക്ഷേ ഇത് ചുവടെ വളരേണ്ട ചെറിയ ചെടികളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊക്കെ വലിയ കഷ്ടമാണ്. വേണ്ടത്ര വെള്ളവും വെളിച്ചവും ഒന്നും കിട്ടില്ല. ഇത് ഈ മഹാവൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇതാണ്. അപ്പോൾ എപ്പോഴും പുറത്താണ് വലിയ, അത് ഓരോ കാലത്തും അതിനനുസരിച്ച് ആ കാലത്തിനനുസരിച്ചിട്ടുള്ള മഹാത്മാക്കൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മുടെ പാരമ്പര്യം പൊതുവിൽ സന്യാസിമാരെ സാമാജിക ജീവിതത്തിൽ ഇടപെടുന്നതിന് വിലക്കുന്നുണ്ട്. അത് വിലക്കുന്നത് പുറത്തുനിന്നല്ല. ഈ വേഷം എടുത്തിടുമ്പോൾ ഇതൊക്കെ എന്തിനാന്നുള്ളൊരു ചോദ്യം ഉള്ളിലുണ്ട്. എന്നിട്ടും നമ്മൾ ഇതിൽ കിടന്നിട്ട് സർക്കസ് കളിക്കുകയാണ്. ഈ അന്തസംഘർഷം ഉള്ളിലുണ്ട് വെച്ചാൽ അതാത് ആൾക്കാരുടെ ഉള്ളിലുണ്ട്. അതായത് ഏതെങ്കിലും ഒരു സമയത്ത് വിരക്തി വന്നിട്ടാണ് നാടകം കളിക്കാൻ ഈ വസ്ത്രം ഇടുന്ന ആൾ പോലും ഇടുന്നത്. കാരണം അല്ലെങ്കിൽ വേറെ ഇഷ്ടംപോലെ വിഷയങ്ങൾ ആൾക്ക് ചെയ്തിട്ട് പോവാം. പക്ഷെ അതൊന്നും അല്ലാതെ ഏതോ ഒരു സമയത്ത് വിരക്തി ഏതോ ഒരു ഭാഗത്തേക്കൂടെ പോയിട്ടാണ് വളരെ നൈമിഷികമായിട്ടാണെങ്കിൽ പോലും ഇത് ഇടുന്നത്. പിന്നെ നമ്മൾ സമാജത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ള കാര്യങ്ങളിലൊക്കെയാണ് പല കാര്യങ്ങളിലും ഏർപ്പെടുന്നത്. ഈ ഏർപ്പെടുമ്പോഴൊക്കെ ഈ ഉള്ളിൽ ഈ വിഷമമുണ്ട്, ഇതുണ്ട്, സംഘർഷമുണ്ട്. അപ്പം അതിനെ ഒരു ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വീകരിച്ച പോലൊരു ലീലയായി സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സംഘർഷം ഉള്ളിൽ ഇങ്ങനെ മൂർച്ഛിച്ചുകൊണ്ടിരിക്കും. അത് പഴയ കാലത്ത് എന്ന് പറയുന്നത് ആചാര്യന്മാരുടെ മാർഗനിർദ്ദേശകം അനുസരിച്ച് സാമാജികർ, സമാജത്തിലെ പൂർവ്വമീമാംസകരാണ് ഈ ധർമ്മം മുഴുവൻ ചെയ്യേണ്ടത്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ വൈദ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാറ്റിലും അതിൽ മാർഗനിർദ്ദേശം നൽകുക, അതിൻ്റെ ഉപദേശം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഗുരുധർമ്മം. ബാക്കിയുള്ളത് ഗുരുവിൻ്റെ ഉപദേശം അനുസരിച്ചുകൊണ്ട് ഗൃഹസ്ഥരാണ് ബാക്കി എല്ലാ കാര്യവും ചെയ്യേണ്ടത്. ഇന്നിപ്പോൾ ഗൃഹസ്ഥർ ആ ഒരു ദൗത്യം ഏറ്റെടുക്കാത്തത് കൊണ്ട് ആ ഭാരം സന്യാസിമാരിൽ വന്നിരിക്കുകയാണ്. സന്യാസിമാരത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിലുള്ള ഈ വിരക്തിയുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ മാധ്യമപ്രവർത്തനം പോലെ പൂർണ്ണമായിട്ടും ഈ ഒരു ലൗകിക വ്യവഹാരത്തിൽ നിൽക്കുമ്പോൾ ആ കാര്യത്തിൽ അത്രത്തോളം കാര്യങ്ങൾ കൂടുതലായിരിക്കും. കാരണം എപ്പോഴും അത് ഇപ്പോൾ നേരത്തെ സ്വാമിജി പറഞ്ഞു, അതായത് ഈ ജനായത്തം എന്ന് പറയുന്നൊരു സംവിധാനം ഇന്നത്തെ രൂപത്തിൽ വളരെ മോശപ്പെട്ടൊരു ഭരണവ്യവസ്ഥയാണെന്നേ ഞാനൊക്കെ പറയുള്ളൂ. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ ആൾക്കൂട്ടത്തിന് പ്രത്യേകിച്ച് ഒരു ഇതുമില്ല. അപ്പോൾ നമ്മൾ ഭാരതത്തിൽ തന്നെ പല സ്റ്റേറ്റുകളിലും കാണുന്നുണ്ട്, ഞാൻ 1000 രൂപ വീതം കൂടുതൽ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരാൾ ജയിക്കുകയാണ്. ഈ 1000 രൂപ ഇത്രയും പേർക്ക് കൊടുക്കുമ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ കോശസ്ഥിതിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ചിന്ത പോലും ഇല്ലാതെ കണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പം മാസിനെ നിങ്ങൾക്ക് ഏത് രീതിയിലും ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കിറ്റ് കൊടുത്താൽ മതി. ആ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. പണ്ട് ഇന്ദിരാഗാന്ധി കൊടുത്തത് മറ്റേ ബക്കറ്റും നെയ്റ്റിനുമാണ്. അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ഇവിടെ കൊടുക്കുന്നത് കിറ്റാണ് എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെ മാധ്യമം എന്നുള്ള രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടത് കൊടുക്കുകയാണോ, അതായത് ഹിതമായത് കൊടുക്കുകയാണോ പ്രിയമായത് കൊടുക്കുകയാണോ വേണ്ടത്? ജനങ്ങളെ യുക്തമായ രീതിയിലേക്ക് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന അതിന് ഹിതകരമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുകയാണോ, അവർക്ക് പ്രിയമായിട്ടുള്ള അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൻ്റെ ഒരു ആവേശങ്ങൾക്കൊപ്പം ഇത് ചെയ്യാണോ വേണ്ടത് എന്നുള്ളതാണ് മാധ്യമങ്ങൾക്ക് മുമ്പിലുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു സമസ്യ എന്ന് തോന്നുന്നു. അപ്പം അതിൽ ഭാരതീയമായിട്ടുള്ള പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കൊക്കെ പറയാനുള്ളത് ജനത്തിന് ഹിതമായത് കൊടുക്കണം, പ്രിയമായതല്ല കൊടുക്കണ്ടേ. അവരുടെ മാനസികമാവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തെ, കാരണം വളരെ പെരിഫറലാണ് മാധ്യമത്തിൻ്റെ ധർമ്മം. ഒരു സാഹിത്യകൃതി പോലെയോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നുമല്ല, ഇൻഫർമേഷൻസ് കൊടുക്കുക, വിവരങ്ങൾ അറിയിക്കുക എന്ന് മാത്രമാണ്. അപ്പം അതിൽ നേരത്തെ സ്വാമിജി പറഞ്ഞത്, അതായത് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി, ആ ക്രിയേറ്റിവിറ്റിയെ മാറ്റിവെക്കുന്നതിൽ നമ്മൾ ഈ സന്യാസത്തിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു തരത്തിലുള്ള നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റി നിർത്തുന്ന ഒരു ഘടകം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം വളരെ
ഇംപേഴ്സണൽ ആവുക എന്ന് പറയുന്നൊരു കാര്യം. വലിയ വാർത്ത ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും പത്രത്തിൽ, അത് ആരെഴുതിയതെന്നുള്ളത് ഉണ്ടാവില്ല. ആ ഒരു അങ്ങനെയുള്ള ചില തലങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ തന്നെയാണ് മാധ്യമത്തിൻ്റെ സ്പേസും, അത്രയേ ഉള്ളൂ. കാരണം ഇന്നത്തെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നു, വിവരം കൊടുക്കുന്നു. പക്ഷെ ആ വിവരം കൊടുക്കുന്നത് എന്ത് വിവരമാണ് കൊടുക്കേണ്ടത്? ഇപ്പോൾ ഒരു നാട്ടിൽ മാനസിക രോഗിയായിട്ടുള്ള ഒരാൾ എന്തെങ്കിലും ഒരു അവിവേകം ചെയ്യുന്നത് ആ നാട്ടുകാർക്കറിയാം ഇയാൾ മാനസിക രോഗിയാണ്, എന്താ സംഗതി എന്ന്. ഇത് പിറ്റേ ദിവസത്തെ പത്രത്തിലൊരു വാർത്ത വന്ന് ഈ ജനത്തെയോ കാര്യത്തെയോ ഒന്നും അറിയാത്തൊരു സ്ഥലത്തെത്തുമ്പോൾ അത് അവിടെ വലിയൊരു സംഘർഷത്തിന് കാരണമാവുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാധ്യമങ്ങൾ എന്ത് ചെയ്യണം? മാധ്യമങ്ങളെന്നല്ല, എല്ലാവരും എന്ത് ചെയ്യണം? ഹിതം ചെയ്യണമോ പ്രിയം ചെയ്യണമോ? ഹിതം ചെയ്യണമെങ്കിൽ മനുഷ്യർ കുറച്ചുകൂടി പ്രബുദ്ധമാകേണ്ടതുണ്ട്. ഹിതം എന്തെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയണം. പ്രിയത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പ്രിയം എല്ലാവർക്കും തൽക്കാലത്തേക്ക് സുഖം നൽകുന്നതാണ്. പക്ഷേ ഹിതം കാലക്രമത്തിൽ സുഖം നൽകുള്ളൂ. ആത്യന്തികമായ സുഖം. ഒരു ജനാധിപത്യ അത് ഗുരുദേവൻ പറഞ്ഞ പോലെ അത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരനും സുഖത്തിനായിട്ട് വരും ഹിതമാണെങ്കിൽ. അപ്പോൾ ജനാധിപത്യത്തിൽ തീർച്ചയായിട്ടും ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ജനത്തെ ഇൻ്റലിജൻ്റ് ആക്കേണ്ട, പ്രബുദ്ധമാക്കേണ്ട ധർമ്മമാണ് മാധ്യമത്തിനുള്ളത്. മാധ്യമം തിരിച്ചറിയാൻ പ്രേരിപ്പിക്കണം അവരെ. ഏതാണ് ശാശ്വതമായത്, ഏതാണ് നമ്മളുടെ സ്വത്വത്തിനോട് ചേർന്ന് നിൽക്കേണ്ടത് എന്നൊക്കെ തിരിച്ചറിയിച്ച് കൊടുക്കണം അവർക്ക് തിരിച്ചറിവ് കുറവാണ്. അവർ ഇൻഫ്ലുവൻസുകളുടെ, സ്വാധീനങ്ങളുടെ മേഖലയിലേക്ക് പെട്ടെന്ന് തന്നെ ചാഞ്ഞു പോകുന്നവരാണ്. അപ്പോൾ ഈ സ്വാധീനം രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ഇന്നത്തെ നിലനിൽപ്പൊക്കെ തന്നെ ഈ രാഷ്ട്രീയ വ്യവസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് സ്വാധീനങ്ങളിൽ പ്രിയം വളരെ കൂടി വരുന്നുണ്ട് സ്വാധീനങ്ങളിൽ. അപ്പോൾ കുറച്ചുകൂടി പ്രബുദ്ധമായ ഒരു ജനാധിപത്യ വ്യവസ്ഥ നിർമ്മിതമായി വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ജനത്തിന് തിരഞ്ഞെടുക്കാൻ കഴിയും. ഈ തിരഞ്ഞെടുക്കാനുള്ള വിവേകം വളരെ അത്യാവശ്യമാണ് ലോകത്തിൽ. നമ്മൾ എന്ത് തിരഞ്ഞെടുക്കണമെന്ന് പറയണേക്കാളും നല്ലത് എന്ത് തിരഞ്ഞെടുക്കണമെന്ന് അവരെ പ്രബുദ്ധമാക്കുകയാണ് വേണ്ടത്. എന്ത് തിരഞ്ഞെടുക്കേണ്ടതാണ്, നമ്മുടെ നിലനിൽപ്പിനും ശാശ്വതമായ ഒരു ജീവിതത്തിനും എന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്നാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട. സ്വാധീനങ്ങൾക്ക് വഴങ്ങുന്ന ഒരു പ്രവണത പത്രപ്രവർത്തന രംഗത്ത് വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. അതായത് ആദർശം എന്ന് പറയുന്ന ഇതിനൊരു ആദർശമുണ്ട്. മുമ്പ് പത്രപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദർശത്തോടു കൂടി മാത്രമാണ് പത്രപ്രവർത്തനമാകുന്നത്. ഇന്നിപ്പോൾ അതിനെ ഒരു പ്രൊഫഷൻ എന്നുള്ള നിലയിലേക്ക് കണ്ടുവന്നപ്പോഴത്തേക്ക് ആദർശം എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് ഇല്ലാതെയായി. ഇപ്പം എൻ്റെ ഒരു ഓർമ്മ കിട്ടുന്നത്, നമ്മളെ എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ടുകൾ തയ്യാറാക്കണം എന്ന് പറഞ്ഞ് നമ്മളെ വിടുന്ന സമയത്ത് ഞാൻ ചെന്ന് കയറാൻ പഠിക്കാൻ ശ്രമിച്ചത് പിന്നെ ലോട്ടറി കച്ചവടം നടത്തുന്ന ചെറിയ പിള്ളേരെ, അതുപോലെ തന്നെ തെരുവുകട വേശ്യാവൃത്തി നടക്കുന്ന സ്ത്രീകളെ, ഇവരെക്കുറിച്ച് പഠിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അപ്പം അതൊരു ആദർശം ഉണ്ടായിരുന്നുകൊണ്ടാണ്. നമുക്കൊരു ആദർശമുണ്ട് സമൂഹത്തിൽ, ഇങ്ങനെയുള്ള ചില സെക്ഷനുകൾ ബാക്ക്വേർഡാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതാവസ്ഥ നമ്മളെപ്പോലെ ഉയർന്നിട്ടില്ല, പതിതമാണ് എന്നൊക്കെയുള്ള ചില ചിന്തകളിൽ നിന്നാണ് നമുക്കിതിനെ സമൂഹത്തിനെ അറിയിക്കണം, അപ്ഗ്രേഡ് ചെയ്യപ്പെടണം. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഇന്നത്തെ സ്ഥാനത്തിനകത്ത് കാണുന്നതേയില്ല. അത് സിനിമകളിൽ, അതായത് കമേഴ്ഷ്യൽ സിനിമകളിൽ പോലും, എനിക്കിപ്പോൾ സിനിമയുടെ പേരൊന്നും ഓർമ്മയില്ല, പഴയ കാലത്തുള്ള ഹിറ്റ് സിനിമകൾ ഒക്കെ മമ്മൂട്ടി ഒരു ജുവനൈൽ ജയിലിൽ ഉദ്യോഗസ്ഥനായിട്ട് വരിക, എന്നിട്ട് അവിടെ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക, ആ കുട്ടികളുമായിട്ട് ആ കുറ്റവാളികളെന്ന് പറഞ്ഞ് വരുന്ന കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതും, ഇതൊക്കെ അന്ന് അതിൻ്റെ എല്ലാ വൈകാരിക പരിസരങ്ങളോടും കൂടിയിട്ട് അന്ന് സാമാന്യം കമേഴ്ഷ്യലായിട്ടുള്ള വിജയം നേടുന്ന കമേഴ്ഷ്യൽ സിനിമയായിരുന്നു. അത്തരത്തിലുള്ള ഒരുപാട് പ്രമേയങ്ങൾ ഇപ്പം മോഹൻലാലിൻ്റെയൊക്കെ പഴയ കാലത്ത് എന്ന് പറയുന്നത് നിത്യജീവിതത്തിൻ്റെ പല ഓരോരുത്തരും പല രീതിയിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുത്തുന്ന പ്രമേയങ്ങൾ മുഖ്യധാര കലാരൂപങ്ങളിലുണ്ടായിരുന്നു. ഇന്നെല്ലാം ലോകത്തൊന്നും ഒരു ബന്ധമില്ലാത്ത എന്തൊക്കെയോ അധോലോകങ്ങളുടെയും ഏതൊക്കെയോ അറിയാത്ത മായാപ്രപഞ്ചങ്ങളുടെയും ഒക്കെ കാര്യം പറഞ്ഞ് അത് സമൂഹം ഇങ്ങനെയാണെന്ന് ബോധിപ്പിക്കാൻ ബോധപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇതാണ് അതിനകത്തെ അപകടം. അതാണ്. അല്ല, ഞാൻ ഇനിയൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം നേരത്തെ ആനന്ദവനം സ്വാമിജി പറഞ്ഞല്ലോ, അതായത് ഈ സന്യാസിയുടെ അകത്ത് തന്നെ ഒരു സംഘർഷം നടക്കുന്നു, അപ്പോൾ അതുകൊണ്ട് കൃത്യമായി ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, അതായത് ഈ സന്യാസികൾക്ക് നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹവുമായിട്ട് കൃത്യമായി ആശയവിനിമയം നടത്താവുന്ന ഭാഷയുണ്ടോ സത്യത്തിൽ? കാരണം ഒരു കൃത്രിമ ഭാഷ പോലെയാണ് പലപ്പോഴും ഇത്തരം എന്താ പറയുക സത്സംഗങ്ങളിലൊക്കെ ഉള്ള സംഭാഷണങ്ങളൊക്കെ ചിലപ്പോൾ ഒരു സാധാരണ മലയാളിക്ക് അനുഭവപ്പെടുക. ഞാൻ സാധാരണ മലയാളി എന്ന് പറയുമ്പോൾ ആധ്യാത്മികതയിൽ നിന്നൊക്കെ
പൂർണ്ണമായിട്ടും എത്രയോ തലമുറകളായിട്ട് വിട്ടു നിൽക്കുന്ന ഒരു സമൂഹമാണ് ശരിക്കും കേരളത്തിലെ ഒരു വലിയ വിഭാഗം. അപ്പോൾ അവർക്ക് ഈ ആശയങ്ങളെ മനസ്സിലാക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഭാഷ, ഈ ആധ്യാത്മിക രംഗത്തുള്ളവരുടെ ഭാഷ അവരിൽ നിന്ന് അകന്നു പോയിട്ടുള്ള പ്രശ്നം അതും ഇല്ലേ? അനുരാജ്, അത് ഇപ്പോൾ സന്യാസിമാരെ കുറിച്ച് മാത്രമുള്ള ആരോപണമല്ല, ആശാമേനെ കുറിച്ച് പറയുന്നില്ലേ? സാഹിത്യകാരൻ ആശാമേനെ പക്ഷേ അതിന് കൃത്യമായിട്ട് ഉത്തരം പറയുന്നുണ്ട്. ആശാമേനൻ പറയുന്നുണ്ട്, ആ ശബ്ദം മാത്രമേ ഇവിടെ പ്രയോഗിക്കാൻ പറ്റുള്ളൂ. ഋഷി എന്നുള്ള ശബ്ദത്തിന്, ആനന്ദം എന്നുള്ള ശബ്ദത്തിന് ആനന്ദം തന്നെ പ്രയോഗിക്കാൻ പറ്റുള്ളൂ. വേറെ ഏത് ശബ്ദം പ്രയോഗിച്ചാലും അത് പരിമിതമാണെന്ന് ഈ എഴുതുന്ന ആൾക്കത് അറിയാം. അതേ പറയാൻ പറ്റുള്ളൂ. ഋഷി എന്നുള്ളത്, ആനന്ദം എന്നുള്ളത്, ഇങ്ങനെ കുറേ സാങ്കേതിക ശബ്ദങ്ങളുണ്ട്. അല്ലാതെ എന്താ പറയുക ഇതിനകത്ത്? അപ്പം നമ്മുടെ സാങ്കേതികതയുമായിട്ട് പൊതുസമൂഹത്തെ പരിചയപ്പെടുത്തി എടുക്കുക എന്നുള്ളതേ നമ്മളൊക്കെ പറ്റും. ആ വിഷയങ്ങൾ ഈസിയായി ആ വിഷയം സംസാരിക്കുമ്പോൾ അതിലുള്ള ശബ്ദങ്ങൾ തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ധർമ്മത്തിന് വേറെ എന്ത് വാക്ക് പറയുക? അല്ല, അത് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പൊതുവെയുള്ള സംസാര ഭാഷയിൽ തന്നെ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം പുരോഹിതന്മാരുടെ, ക്രിസ്തു മതത്തിലെ പുരോഹിതന്മാരെടുത്താലും ഒക്കെ ഈ ഒരു സംഗതി അതിൽ ഏത് തരത്തിലും വരും. കാരണം നമ്മൾ പൂർണ്ണമായിട്ടും വ്യവഹരിക്കുന്ന ഒരു മണ്ഡലം, നമ്മുടെ മുഴുവൻ ജീവിതവും അല്ലെങ്കിൽ 80% ജീവിതവും അത്തരം മേഖലകളിൽ മാത്രമാണ്. അപ്പോൾ ഒരു കാര്യം ആവിഷ്കരിക്കാൻ പറയുമ്പോൾ നമുക്ക് അവിടെ നിന്നുള്ള വാക്കുകളോ അവിടെ നിന്നുള്ള ശൈലികളോ ഒക്കെയാണ് കയറി വരിക. അതിപ്പോൾ ഒരു ആയുർവേദ വൈദ്യൻ കാണുന്ന ചെടികളൊക്കെ മരുന്നോ വിഷമായിരിക്കും, കൃഷിക്കാരൻ കാണുന്നത് മുഴുവൻ അത് നമ്മളുടെ സാംസ്കാരിക രംഗം നോക്കുകയാണെങ്കിൽ ഈ സുകുമാർ അഴീക്കോടിനെ പോലുള്ളവരുടെ പ്രസംഗമൊക്കെ ആസ്വദിച്ചിരുന്ന ഒരു ജനത ഇവിടെ ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അധ്യാത്മ പുസ്തകങ്ങളിൽ ഏറ്റവും DC ബുക്സ് ഒരു ഇത് നടത്തിയിട്ട് ഗുരു നിത്യയുടെ പുസ്തകങ്ങളാണ് ബെസ്റ്റ് സെല്ലറുകൾ. അതെ, ഈ പറഞ്ഞ രണ്ടാൾക്കാരുടെയും ഭാഷ വ്യത്യസ്തമായിരുന്നു കൂടെ നമ്മൾ ഓർക്കണം. പക്ഷെ എന്നിട്ടും കൂടുതൽ പേര് അല്ല, അത് ജനകീയമായിരുന്നു. അതിൽ നമ്മൾ വിവേകാനന്ദ സ്വാമികളെ തൊട്ട് അത് എടുക്കാൻ പറ്റും. കാരണം ഏത് സമയത്ത് ചെറുപ്പക്കാർ വളരെയേറെ കൂടിയിട്ടുള്ള ആചാര്യന്മാരൊക്കെ ആ ചെറുപ്പക്കാരുടെ ഭാഷയിൽ അവരുമായി കാര്യങ്ങൾ സംസാരിച്ചിരുന്നവരാണ്. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ നമ്മൾ ഈ കൂടുതൽ കാര്യങ്ങളിൽ ഇടപെട്ട് നിൽക്കുന്ന മേഖലയുടെ അതിൽ നമുക്ക് വന്നു ചേരുന്ന ശീലങ്ങളെ മറ്റൊരു തലത്തിലേക്ക് പോകുന്ന സമയത്ത് മാറ്റിവെക്കാൻ കഴിഞ്ഞവരാണ്, അതിജീവിക്കാൻ കഴിഞ്ഞവരാണ് വിവേകാനന്ദ സ്വാമികൾ, ചിന്മയാനന്ദ സ്വാമികൾ. അത്രയും കാലം ഉണ്ടായിരുന്ന ഭഗവത്ഗീതയെ വേറൊരു ഭഗവത്ഗീതയാക്കി. ഓരോരുത്തരും ഇപ്പോൾ ഞാൻ പ്രയാരാജ് കുംഭമേള വന്നു കഴിഞ്ഞിട്ട് അമൃതാനന്ദമയി അമ്മ ദർശനം ചെയ്ത സമയത്ത് അമ്മ പറഞ്ഞത്, മക്കളെ അദ്വൈത വേദാന്തമൊക്കെ അത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്, പരമമായ കാര്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകൾ അവരുടെ അപ്പോഴത്തെ ഒരു വിഷമത്തിന് ഒരാശ്വാസം തേടിക്കൂടിയാണ് വരുന്നത്. അപ്പം നമ്മുടെ വാക്കുകളിൽ ആ ആശ്വാസം പരിഹരിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാവണം എന്നുള്ള ഒരു കാര്യമാണ് അമ്മ പ്രധാനമായിട്ടും പറഞ്ഞത്. അപ്പോൾ അതുപോലെ വിവേകാനന്ദ സ്വാമികളുടെ കാര്യത്തിലാണെങ്കിൽ ഈവൻ കുറച്ച് കഴിഞ്ഞിട്ട് രംഗനാഥാനന്ദ സ്വാമികൾ പോലും ആ രാമകൃഷ്ണ മഠത്തിൻ്റെ അപ്പോഴേക്കും മഠം ഒരു പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ ഒരു ചട്ടക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും രംഗനാഥ സ്വാമികൾ അവിടെ ഒരുപാട് ഇത് വന്നതാണ്. പിന്നെ നിത്യചൈതന്യയതി ഗുരുവാണെങ്കിൽ മറ്റു തരത്തിൽ കൂടി, അതായത് ഗുരുവിൻ്റെ ഭാഷ ഇപ്പോൾ മറ്റുള്ള ആചാര്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളിൽ ഏകദേശം ഇതിനോട് അനുഭാവമുള്ള ആളുകളോട് മാത്രം സംവദിക്കാവുന്ന ഭാഷയായിരുന്നു. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആളുകളെ കൂടി അവരുമായിട്ട് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഷ. അതിന് നമ്മൾ ഇത്ര മെനക്കെടുന്നത് ഇത് ഏതായാലും ഈ ഒരു സാംസ്കാരികത അല്ലെങ്കിൽ എന്താണ് ആധ്യാത്മികത പറയുന്നത് എല്ലാ കാലത്തും ഒരു ചെറിയ മൈനോറിറ്റി മാത്രമാണ് എന്നും കൈകാര്യം ചെയ്യുന്നത്. ആ വിഷയത്തിലല്ല, മറ്റു വിഷയങ്ങളിൽ ഇടപെടുന്ന സമയത്തും നമ്മളുടെ കയ്യിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമുക്കത് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ശീലം അതാണ്, നമ്മൾ കൂടുതൽ വ്യവഹരിക്കുന്നത് ആ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ ഭുജഗോടരത്തിലൊക്കെ കൂടെ ശ്രേഷ്ഠനെ വാണിജ്യ ആവശ്യത്തിനാണോ തനതാവശ്യത്തിനാണോ എന്ന് ചിലപ്പോൾ ചോദിച്ചു. അല്ല, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത് പറയുന്നതിനേക്കാട്ടിലും പ്രശ്നമാണ് എഴുത്തിൽ. ഇപ്പോൾ ഒരു പുസ്തകം വായിച്ചാൽ ഒരു സാധാരണ മലയാളിക്ക് ഇപ്പം മറ്റ് എന്താ പറയുക തരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിൽ നമ്മളുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റില്ല. പഴയകാലത്തെ പുതിയതായിട്ട് വരുന്ന പുസ്തകങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയിട്ടില്ല. പഴയകാലത്തെ പുസ്തകങ്ങളുടെ റീപ്രിൻറ്റുകളാണ് നമ്മൾ പലപ്പോഴും ഇതായിട്ട് കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട്
അതിൽ ആ ഭാഷയുടെ പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷേ പുതിയ പുസ്തകങ്ങളിൽ ഒരുപാട് ഇന്നത്തെ കാലത്തിനനുസരിച്ചിട്ടുള്ള റീഡബിളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അതിലുപരി ഇപ്പുറത്ത് നമ്മൾ കാണുന്നത് എന്താ, എന്തെങ്കിലും ഒരു അശ്ലീലം എഴുതി കഴിഞ്ഞാൽ അത് ഉദാത്ത സാഹിത്യമാവുക. പക്ഷെ അതേ സമയത്തിന് ഭാഷയുടെ കാഠിന്യം കൊണ്ട് നമ്മുടെ ഇദ്ദേഹം നിത്യനേതിയുടെ ശിഷ്യൻ നടരാജഗുരു വായിക്കപ്പെടാതിരിക്കുന്നില്ല. ഇല്ല നടരാജഗുരു ഗുരു അത്രയും ഇതുണ്ടായിട്ട് നടരാജഗുരു ഏറ്റവും കട്ടിയാണ് ഭാഷ. ഇത്രയും കട്ടിയുള്ള ഭാഷ ഇംഗ്ലീഷ് പ്രയോഗം വേറെ ആരും നടന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ വായനയൊക്കെ അവിടെ ആരും അദ്ദേഹത്തിനെ അതിൻ്റെ പേര് തള്ളിക്കളഞ്ഞിട്ടില്ല, വായനയും മാറ്റി വെച്ചിട്ടില്ല. കളഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ മൊത്തത്തിലുള്ളൊരു വായനയുടെ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ വളരെ തുച്ഛമാണ്. പിന്നെ വേറൊരു പ്രശ്നം വെച്ചാൽ അവരുടെ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷയല്ല ശരിക്കും, നമ്മളുടെ മുന്നിലുള്ള ആൾക്കും നമ്മൾ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ള ബോധം നമുക്കുണ്ടായാൽ മതി. അല്ല, അതിൽ വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇരിക്കുന്നത് മുമ്പിലിരിക്കുന്ന ആളുകളോടാണ് പറയുന്നത്. ഇത് വേറൊരു കോണ്ടെക്സ്റ്റിൽ ഇതിൻ്റെ ചെറിയ ഭാഗമോ അല്ലെങ്കിൽ ഇതിൽ വേറൊരു ഭാഗമായിട്ട് കൂട്ടിച്ചേർത്തോ ഒക്കെയാണ് ഈ കാര്യം പിന്നീട് വരുന്നത്. ആ വരുന്ന സമയത്ത് അത് കേൾക്കുന്ന ആളുകൾ വേറെ തരത്തിലുള്ള ആളുകളാണ്. അല്ല, ഇതിൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മുടെ ജേർണലിസം, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ജേർണലിസത്തിൽ നമ്മൾ ഓഡിയൻസ് എന്ന് പറയും, ഓഡിയൻസ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു സംഗതി പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടിയാണോ പറയുന്നത്, ഏത് വിഭാഗം ആൾക്കാർക്ക് വേണ്ടിയാണോ പറയുന്നത്, അവർക്ക് വേണ്ട രീതിയിൽ ഭാഷയെ മാറ്റണം എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളിപ്പം ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ, ഇപ്പം പ്രഭാഷണമാണെങ്കിൽ നമുക്കൊരു ഹാളിനകത്ത് നടത്തുമ്പോൾ അവിടെ 40 പേരുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അവരുടെ ഒരു എന്താ പറയുക, ഇതിനെക്കുറിച്ചിട്ടുള്ള അവരുടെ ഒരു അറിവിൻ്റെ ലെവൽ വെച്ചിട്ട് സംസാരിക്കാം. പക്ഷേ നമ്മളൊരു പുസ്തകം എഴുതുമ്പം അത് ഏറ്റവും താഴെത്തട്ടിലുള്ള, നമ്മളിപ്പോൾ നേരത്തെ പത്രത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പത്രങ്ങളുടെ മാധ്യമങ്ങളുടെ പരിമിതി എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സാഹിത്യം അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്, അത് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും എന്താ പറയുക, ബൗദ്ധികമായിട്ട് ഏറ്റവും താഴത്തെ തട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഭാഷാജ്ഞാനത്തിൽ ഏറ്റവും പിൻവരിയിൽ നിൽക്കുന്ന ആൾക്കും ഉൾക്കൊള്ളാൻ പറ്റണം. അപ്പോൾ അത് പറ്റുമ്പം അത് ഏറ്റവും കൂടുതൽ ബൗദ്ധികമായിട്ടുള്ള ആൾക്കും പറ്റും. അപ്പോൾ നിങ്ങൾ പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് അറിവ് വിനിമയം ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും ലളിതമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ ഞാൻ ചോദിക്കുന്നത്, ആ ഒരു സാധ്യത നമ്മൾ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ രചനയിലും അല്ലെങ്കിൽ ഭാരതീയ ശാസ്ത്രങ്ങളെ ലളിതവൽക്കരിക്കുന്നതിലും ചെയ്യേണ്ടതല്ലേ? അല്ലെങ്കിൽ സംഭവിച്ചത് നമ്മുടെ ഈ ധാര മുറിഞ്ഞു പോകല്ലേ, അങ്ങനല്ലേ സംഭവിക്കുക? അല്ല, അതിൽ ഈ ഒരു ധാരയിലേക്ക്, അതായത് നമ്മളെ ഏത് കാര്യത്തിലും അധികാരി, വിഷയം, സംബന്ധം, പ്രയോജനം, അത് മലയാളത്തിൽ എഴുതിയാലും സംസ്കൃതത്തിൽ എഴുതിയാലും ഉണ്ട്. ന്യൂറോ സയൻസ് പുസ്തകം ന്യൂറോ സർജന് പഠിക്കാനുള്ളതാണ്. അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. യാഥാർത്ഥ്യമാണ്, തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല, ജനറലൈസ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പോൾ ന്യൂറോ സയൻസ് പുസ്തകം വളരെ ലളിതമായിട്ട് ഇറങ്ങി എല്ലാവരും ഞരമ്പ് രോഗത്തിന് ചികിത്സിക്കാൻ തുടങ്ങിയാലോ? ഈ അധികാരി, വിഷയം, സംബന്ധം, പ്രയോജനം ഇത് പറഞ്ഞിട്ട് പെട്ടെന്ന് കേൾക്കുമ്പോൾ ആർക്കും മനസ്സിലാകില്ല. അപ്പോഴാണ് ആ വേർഡൊന്നും മാറ്റണ്ട, ഒരു ആചാര്യന് അത് വിശദീകരിച്ചു കൊടുക്കാം അടുത്തിരിക്കുന്ന ആൾക്ക്, ആരധികാരി ആരാണ്, അതിന് വിശദീകരിച്ച് കൊടുക്കാനുള്ള വ്യാഖ്യാനങ്ങൾ വന്നിട്ടുള്ളത്. വ്യാഖ്യാനങ്ങൾ ലഘൂകരിക്കാൻ കഴിയും, പക്ഷേ ശാസ്ത്രം അതേപോലെ തന്നെ ഇരിക്കും. എപ്പോഴും ശാസ്ത്രം മാറാതെ തന്നെ ഇരിക്കും. ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക പദങ്ങളും അങ്ങനെ തന്നെയാണ്, അത് മാറ്റാൻ പറ്റില്ല. പക്ഷെ അത് വിശദീകരിക്കാം. ആധുനിക കാലത്ത് ഇപ്പോൾ ബൃഹദാരണ്യകത്തിന് 3 വാള്യത്തിലൊരു ഭാഷ്യം നിത്യഗുരു എഴുതിയിട്ടുണ്ട്. അത് മോഡേൺ സയൻസൊക്കെ വെച്ചിട്ടാണ്. പക്ഷേ അതും വായനയ്ക്ക് വളരെ പ്രയാസം തന്നെയാണ്. ഇപ്പോഴും ബുദ്ധിമുട്ടാണ് വായിക്കാനൊക്കെ, വായിച്ച് മനസ്സിലാക്കാൻ. അല്ല, ചില കാര്യങ്ങൾ കാലികമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥത്തിൽ നിന്ന് വല്ലാതെ അകന്നു പോവുകയോ വികലമായി പോവുകയോ ചെയ്യും. ഇപ്പോൾ തന്ത്രശാസ്ത്രത്തിൽ പ്രത്യേകിച്ചും ശുദ്ധിയെ സംബന്ധിച്ചിട്ടുള്ള പല പ്രയോഗങ്ങളും നമ്മൾ ഭാഷയിലേക്ക് മാറ്റി വ്യാഖ്യാനിച്ച് ലളിതവൽക്കരിക്കുമ്പോൾ തീർത്തും മാനുഷിക വിരുദ്ധമായിട്ട് വിമർശിക്കപ്പെടാവുന്ന തരത്തിലേക്ക് അതിനെ മാറും. ലളിതവൽക്കരണം ഗുണമോ ദോഷമോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. അത് വിഷയത്തിനനുസരിച്ചും വ്യക്തികൾക്കനുസരിച്ചും ആയിരിക്കും അത് എത്രത്തോളം ലാളിത്യം കൊണ്ടുവരാൻ പറ്റും. അല്ല, എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒന്നുകൂടെ ഇതിൽ ഒരു ഗൗരവമുള്ളൊരു പ്രശ്നം ഉണ്ടോ, തീർച്ചയായിട്ടും ചുറ്റിക്കളിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പറ്റുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ചിലപ്പോൾ ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഇങ്ങനെ മനസ്സിലായിട്ട് ഒരു ഘട്ടത്തിൽ എവിടെയോ വെച്ച് പെട്ടെന്നൊരു ചാട്ടം കൊണ്ട് ചാടും. അപ്പോൾ അവിടെ വെച്ച് നമുക്കിത് മനസ്സിലാവില്ല. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, ലളിതമായിട്ട് പറഞ്ഞാൽ, നമ്മൾ ശാസ്ത്ര പഠനം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു ശരാശരി മലയാളി വിചാരിക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കുക എന്നുള്ളതാണ്. അതിൽ എന്താ പറയുക, സാമൂഹ്യ ശാസ്ത്രമൊന്നും അതിൽ പെടുന്നില്ല.
അപ്പോൾ നമ്മൾ പറയുന്നത് ശാസ്ത്ര പഠനം വേണം, ഇത് മനസ്സിലാക്കണമെങ്കിൽ ശാസ്ത്ര പഠനം വേണം എന്ന് പറഞ്ഞാൽ ഉടനെ ഒരു ശരാശരി മലയാളി ചിന്തിക്കുക ചിലപ്പോൾ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ പഠിച്ചാൽ ഇത് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ഭാരതീയ ശാസ്ത്രം എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയൊരു വിശദീകരണം, ഒരു 1-2 വാക്കുകളിൽ അവിടെ കൊടുത്താൽ ആ പടി ആ വായനക്കാരന് കടന്നു പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ പല സ്ഥലത്തും ഇത് കാണുന്നില്ല. ചിലപ്പോൾ അത് രചയിതാവിൻ്റെ പ്രശ്നമായിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ ഒരു എഡിറ്റർ ഉണ്ടായാലും അത് പരിഹരിക്കാൻ പറ്റുമായിരിക്കും, ചിലപ്പോൾ എഡിറ്റ് ചെയ്യപ്പെടാത്തതുകൊണ്ടായിരിക്കാം. അല്ല, എഡിറ്റ് ചെയ്യപ്പെടാത്തത് പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുകയാണെങ്കിലും ഈ കാര്യങ്ങൾ അറിയുന്ന ഒരാൾക്കാണ് എഡിറ്റ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നമ്മൾ ഈ അത് ഇതൊക്കെ ചില ഇതായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എനിക്കിതിൽ നന്നായി പരിചയമാണെങ്കിൽ ഞാൻ ചിന്തിക്കുക ഇത് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ. എഴുതിയ ഒരാൾ പ്രൂഫ് നോക്കി ഒരു കാലത്തും തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ആദ്യത്തെ അവസാനത്തെ അക്ഷരങ്ങൾ ഒന്നായാൽ മതി, അത് ആ വാക്കായിട്ട് നമ്മൾ വായിക്കും. പ്രൂഫ് നോക്കുന്ന ഒരാൾ ഓരോ അക്ഷരം മാത്രമായിട്ട് വായിക്കണം. അതാണ് നമ്മൾ പ്രൂഫ് റീഡറെ പ്രത്യേകം വയ്ക്കുന്നത്. ഇതുപോലെ ഒരു കാര്യം ഇതിലുമുണ്ട്. ഇപ്പോൾ നമ്മൾ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ എന്താ കൂടുതൽ വാക്കിയാളെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും. അത് എഡിറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും ഇനി എഡിറ്റ് ചെയ്യുന്ന ആൾക്ക് വിഷയം അറിയില്ലെങ്കിലോ അയാൾ എഡിറ്റ് ചെയ്ത് ഇതിനെ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യും. കേരളത്തിൽ ഈ സന്യാസ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം അത് ഇപ്പോൾ നല്ല രീതിയിലാണോ പോകുന്നത്, നേരത്തേതിനേക്കാളും മെച്ചപ്പെട്ടിട്ടുണ്ടോ, ഇനി മെച്ചപ്പെടാനുണ്ടോ, ഏത് ദിശയിലേക്കാണ് അത് നീങ്ങുന്നത്? കേരളത്തിൽ സന്യാസം വളരെ മന്ദഗതിയിൽ പോകുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ മനുഷ്യർക്കും കേരളത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സന്യാസം നിർവഹിക്കുന്നതെന്ന് പറയുന്നത് മനുഷ്യനൊരു ഓറിയൻറ്റേഷൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് ജീവിതത്തിന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് കൃത്യമായ ഒരു പദ്ധതിയുണ്ട്, ജീവിത പദ്ധതിയുണ്ട്. അത് ചതുർവിധ പുരുഷാർത്ഥങ്ങളിലാണ് ഇരിക്കുന്നത്. അത് ആ ചതുർവിധ പുരുഷാർത്ഥങ്ങൾ പ്രകാരം മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, അതിൽ മുഖ്യ പുരുഷാർത്ഥം ത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് പിന്നീട് അവസാനത്തിൽ എത്തുന്ന ഒരു ഇതാണ്. പക്ഷേ ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ തന്നെ അത് പഠിപ്പിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും ധർമ്മബോധമാണ് ആദ്യം കൊടുക്കേണ്ടത്. അപ്പോൾ ആ ധർമ്മബോധത്തിലേക്ക് ഇണങ്ങുന്ന വിധത്തിൽ മനുഷ്യരെ വളർത്തിയെടുക്കേണ്ടത് ഈ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സന്യാസി സമൂഹം ആണ് ചെയ്യേണ്ടത്. അവരാണത് ചെയ്യേണ്ടത്, വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ഒരു വിദ്യാലയത്തിൽ പോയി കുട്ടി പഠിക്കുന്ന തൊഴിലിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം. പക്ഷെ ഒരു സന്യാസി നിർവഹിക്കുന്നത് ഇൻഫോർമലായിട്ട് ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയ ആശ്രമം ഉണ്ടെങ്കിൽ ആ ആശ്രമത്തിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബങ്ങളെ എല്ലാവരെയും ഈ ധർമ്മബോധം ഉണ്ടാക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 4.5 കോടി ജനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ മാർഗനിർദ്ദേശ മണ്ഡലത്തിൽ എത്ര 200 സന്യാസികളുള്ളൂ. 200 സന്യാസികളൊന്നും തികയാതെ വരുന്നത്. 200 അല്ല, ഒരു 2 ലക്ഷം സന്യാസികളെങ്കിലും വേണം ചുരുങ്ങിയത്. അവർക്ക് ഈ സന്യാസികളായതുകൊണ്ട് ഭിക്ഷാന്തേഹികൾ മാത്രമല്ല ഈ സന്യാസികൾ. സന്യാസികളുടെ ധർമ്മം എന്ന് പറയുന്നത് അധ്യാത്മശാസ്ത്രങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അത് പകർന്നു നൽകല. എങ്കിൽ മാത്രമാണ് കൃത്യമായ രീതിയിൽ സനാതനധർമ്മം നിലനിൽക്കുള്ളൂ. സനാതനധർമ്മം നമ്മൾ എത്ര ബലം പ്രയോഗിച്ചിട്ടും നിലനിർത്താൻ പറ്റില്ല. പക്ഷേ ഈ അറിവുണ്ടെങ്കിൽ നിലനിൽക്കും. അറിവാണ് ഏറ്റവും പ്രധാനം. അറിവുള്ളവരാക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ചോദിക്കുകയാണ്. ഇപ്പോൾ അഖാഡകളുടെ പ്രവർത്തനം കേരളത്തിന് എനിക്കൊന്ന് അപരിചിതമാണെന്നാണ്, അല്ലെങ്കിൽ എന്നെപ്പോലെ ആൾക്കാർക്കെങ്കിലും അപരിചിതമാണ്. അപ്പോൾ പൊതുവേ ഈ സന്യാസിനൊരു ശാന്തഭാവം, അങ്ങനെയാണ് എൻ്റെയൊക്കെ ഒരു അറിവ്. അപ്പോൾ ഈ അഖാഡ എന്ന് പറഞ്ഞാൽ കുറച്ച് രൗദ്രഭാവമാണെന്നൊരു സംശയം, അതിനൊന്ന് വിശദീകരിക്കാൻ പറ്റും? കുറച്ചൊന്നുമല്ല, നല്ല രൗദ്രഭാവമാണ്. ഞങ്ങളൊരു തവണ രാത്രി നമ്മുടെ ബോർഡർ ലൈനിലേക്ക് വണ്ടിയായിട്ട് പോവുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ബോർഡർ ലൈൻ പെർമിറ്റ് എപ്പോൾ വേണമെങ്കിലും നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും കിട്ടും. സാധാരണ ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് കിട്ടും, വേറെ ബാക്കി കാര്യങ്ങളൊക്കെ ജെന്യുവിനാണെങ്കിൽ. പക്ഷെ ചെല്ലുന്ന സമയം രാത്രിയാണ്. അപ്പോൾ അവിടെ പെട്ടെന്ന് അവർ നോക്കുന്നു, അഖാഡയുടെ ബോർഡുള്ള വണ്ടിയാണ്, ഇരിക്കുന്ന സന്യാസിമാരുണ്ടോ എന്ന് നോക്കുന്നു, സന്യാസിമാരുണ്ട്. അവർ വേഗം പോയിട്ട് ആ ബാരിക്കേഡും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വണ്ടി കടത്തി വിട്ടു. കാരണം അല്ലെങ്കിൽ ഈ സന്യാസിമാരുടെ അടുത്തു നിന്ന് എന്താണ് കിട്ടുക എന്നുള്ളതിൻ്റെ അവരുടെ അടുത്താണ്. ശാന്തതൊന്നുമല്ല, പട്ടാളക്കാർ തന്നെ എന്തിനപ്പം ഞങ്ങൾ ഈ രാത്രി ആവശ്യമില്ലാത്ത വയ്യാവിലേക്ക് പോകുന്നത് എന്നുള്ളൊരിതാണ്. അങ്ങനെ ശക്തി കൊണ്ട് സംരക്ഷിക്കേണ്ട സമയങ്ങളെ ശക്തി കൊണ്ട് തന്നെ സംരക്ഷിക്കേണ്ട കാലമുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറാകുന്ന, അതിനു വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ച സന്യാസിമാരുടെ ഒരു വലിയ സമൂഹമാണ് അഖാഡകൾ.
ശക്തി കൊണ്ട് ധർമ്മത്തെ സംരക്ഷിക്കേണ്ട സമയത്ത് ശക്തി കൊണ്ട് തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നേരത്തെ സ്വാമിജി പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നത്, കാരണം ഈ ധർമ്മത്തെ പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ ധർമ്മത്തെ ശീലിപ്പിക്കുക എന്നുള്ളത് കാരണവന്മാർ ചെയ്യേണ്ടതാണ്. എന്നാൽ സന്യാസിയെ സംബന്ധിച്ചിടത്തോളം സന്യാസി സ്വാഭാവികമായിട്ടും പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഉത്തരഭാരതത്തിലൊക്കെ ഉള്ളൊരു വ്യത്യാസം ഇവിടെ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യം, അവിടെ കുട്ടികൾ ആദ്യം പോവുക ആശ്രമത്തിലാണ്. ആശ്രമത്തിൻ്റെ സേവാ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുക. അവിടെ പോയിട്ട് ക്ലാസ്സിനിരിക്കുന്നതല്ല, വേദാന്തം ക്ലാസ്സിനിരിക്കുന്നതല്ല, ഇത് സേവാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ അതിങ്ങനെ ചെയ്യണം, ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കണം, ഇന്ന സമയത്ത് എണീക്കണം, ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള, ക്ഷേത്രത്തിൽ പോയി ഇന്ന ക്ഷേത്രങ്ങളിൽ പോകണം, ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഉപദേശങ്ങൾ കിട്ടും. ഇപ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ ശ്രദ്ധിക്കണം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ബിസിനസ് ചെയ്യണം, ഇന്ന ബിസിനസ് ചെയ്യണം, അതിന് ഇന്ന ആളെ പോയി കാണണം, ഇത്തരത്തിലുള്ള രീതിയിലൊക്കെയുള്ള ഗൈഡ് ലൈൻസ് അവിടെ നിന്ന് കിട്ടും. അങ്ങനെ ആ സമാജം ശാക്തീകരിക്കപ്പെടുകയും വികസിക്കുകയും ചെയ്യും അവർ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അത് ഉത്തരഭാരതത്തിൽ സ്വാഭാവികമായിട്ടും നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെയും ആ ദൗത്യം ഏറ്റെടുക്കേണ്ടത് അല്ലെങ്കിൽ അത് ചെയ്യേണ്ട ആളുകൾ കാരണവന്മാരാണ്, അല്ലെങ്കിൽ മുതിർന്ന തലമുറയാണ്. ഇപ്പോൾ വെസ്റ്റേൺ ഭാഷയിലൊക്കെ എൽഡേഴ്സ് എന്നുള്ള വാക്കിലാണ് അവർ ഈ ഗുരുക്കന്മാരെ മുഴുവൻ, അബോറിജിനൽസ് അവിടുത്തെ ആദിമ ജനത ആ ഒരു ഇതിനെ വിളിക്കുന്നത് എൽഡേഴ്സ് എന്നുള്ള പേരിലാണ്. ഇപ്പോൾ പലപ്പോഴും പുതിയൊരു കാലത്ത് US-ലും എല്ലായിടത്തും ഈ എൽഡേഴ്സ് മീറ്റുകളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ അവിടെയുള്ള പരമ്പരാഗതമായിട്ടുള്ള ആചാര്യന്മാരുടെ ഗുരുക്കന്മാർ. അപ്പോൾ അവരാണ് ആ ധർമ്മം പ്രധാനമായിട്ട് നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സന്യാസം ഇതെല്ലാം ഏതെങ്കിലും ഒരു കാലത്ത് വിരക്തി ബാധിച്ച ഒരാൾ സ്വന്തം ശരീരം വരെ ഹോമിച്ച് സ്വീകരിക്കുന്ന വസ്ത്രമാണ്. അവിടെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം തോന്നുന്നത് പറയാം എന്നല്ലാതെ ആത്യന്തികമായിട്ട് സന്യാസിയെ സംബന്ധിച്ചിടത്തോളം സമാജത്തിൽ ഇറങ്ങി പണിയെടുക്കുക എന്നുള്ളതൊന്നുമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ സമാജത്തിൽ ആ ഒരു അവസ്ഥ വേണ്ട സമയത്ത് സന്യാസി സ്വന്തം തപസ് ത്യാഗം ചെയ്തിട്ടാണ്. ഇപ്പോൾ ബോധാനന്ദ സ്വാമികൾ ആശ്രമം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ്റെ അടുത്ത് ചോദിച്ചു, ഇതൊക്കെ ഗുരുദേവൻ നേരത്തെ ചെയ്യേണ്ടതായിരുന്നില്ലേ എന്ന്. ബോധാനന്ദൻ്റെ ത്യാഗം നമുക്കില്ലാണ്ട് പോയി എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. അപ്പോൾ അവനവൻ്റെ സ്വന്തം തപസ്, അത് ആ സന്യാസിയുടെ തപസ് ലോകത്തിന് ഹിതകരമല്ലേ? ആണ്. കാരണം ആ സന്യാസിയുടെ മഹാസങ്കല്പമാണ് ഈ സമാജത്തെ മഹത്തായ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്രേരണ നൽകുന്നത്, ശക്തി നൽകുന്നത്. കാരണം ഏതെങ്കിലും ഒരു സങ്കല്പമാണ് എപ്പോഴും സൃഷ്ടിയാവുന്നത്. അപ്പോൾ ആ സങ്കല്പം പല പല കാര്യങ്ങൾ കൊണ്ട് ദൃഢമാക്കാൻ വ്യവഹാര ലോകത്തുള്ള ആൾക്ക് പറ്റില്ല. അപ്പോൾ സന്യാസി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, സന്യാസി ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മം അവൻ്റെ തപസ് കൊണ്ട് ലോക കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള മഹാസങ്കല്പം ചെയ്യുകയാണ്. അങ്ങനെ ഇതിലൊന്നിലും ഇടപെടാതെ ഏതോ ഗുഹയിലോ മറ്റുള്ളതിലൊക്കെ ഇരിക്കുന്ന സന്യാസിമാരുടെ മഹാസങ്കല്പം കൊണ്ടാണ് ഇന്നും സമാജത്തിൽ ധാർമ്മികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പം നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഗുരുക്കന്മാരുടെ മഹാസങ്കല്പം കൊണ്ടാണ് നമുക്കൊക്കെ എന്തെങ്കിലും സമാജത്തിൽ ധനാത്മകമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. സന്യാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്യാസി എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. പക്ഷേ സമാജത്തിൽ മറ്റുള്ള കാര്യങ്ങൾ നടക്കണം എന്ന് പറയുന്ന സമയത്ത് ആ തപസ് തന്നെ ഇതിന് വേണ്ടിയിട്ട് സന്യാസി ഉപയോഗിക്കുകയാണ്. പക്ഷെ അപ്പോഴും അതിൻ്റെ ധർമ്മം ചെയ്യേണ്ടത്, ആ ധാർമ്മികമായിട്ട് കുട്ടികളെ അല്ലെങ്കിൽ വരും തലമുറയെ നയിക്കുക എന്ന് ചെയ്യേണ്ടത് സമാജത്തിലെ ഗുരുകാരണവന്മാർ എന്ന് പറയുന്ന ആചാര്യന്മാരും മുതിർന്ന ആളുകളുമാണ്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, ഇപ്പം നമ്മളിപ്പം അഖാഡകളൊക്കെ ഇങ്ങോട്ട് കേരളത്തിലേക്ക് അഖാഡയുടെ പ്രവർത്തനം വ്യാപിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, നമ്മളിപ്പം നാഗസന്യാസിമാർ, ഇപ്പം വസ്ത്രം ധരിക്കാത്തവർ, അവർ കേരളത്തിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാവുമോ? അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് കേരളീയ സമൂഹം അതിനെ എങ്ങനെ സ്വീകരിക്കും? കേരളീയ സമൂഹം അതിനൊന്നും അത്തരം കാര്യങ്ങളായിട്ട് ശീലമുള്ള ഒരു സമൂഹമല്ലല്ലോ. അപ്പോൾ കേരളീയ പൊതുസമൂഹം അതിനെ എങ്ങനെ കാണും എന്നുള്ളത് ശീലമായിക്കോളും. അത് എങ്ങനെയായിരിക്കും ഈ അഖാഡയുടെ കേരളത്തിലെ പ്രവർത്തനത്തിൽ അങ്ങനെ ആ രീതിയിലൊക്കെയുള്ള സന്യാസിമാരൊക്കെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവും? എങ്ങനെയായിരിക്കും അതിൻ്റെ രീതി? അല്ല, ഇപ്പോൾ സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം സന്യാസിമാർ വരാൻ തീരുമാനിച്ചാൽ സന്യാസിമാർ വരും. അത് ലോകം എങ്ങനെ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നു എന്നുള്ളതൊന്നും സന്യാസിയുടെ ആകുലതയല്ല. സന്യാസി അതിനെക്കുറിച്ചിട്ടൊന്നും ചിന്തിക്കുന്നുമില്ല. ഈ പണ്ട് പക്ഷേ വ്യത്യാസം ഒരുപാട് വന്നിട്ടുണ്ട്. ഈ നമ്മുടെ സന്യാസം എന്നുള്ള കൺസെപ്റ്റ് ത്യാഗത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. ത്യാഗം എന്തെങ്കിലും നമുക്ക് ത്യജിക്കാനുണ്ടാവണം. അതുകൊണ്ടാണ് പണ്ട് നല്ല രാജാക്കന്മാർ, ഇഷ്ടംപോലെ സമൃദ്ധി ഉണ്ടായിരുന്ന രാജാക്കന്മാർ, നല്ല അറിവുണ്ടായിരുന്നവർ, ധനം ഉണ്ടായിരുന്നവർ, സൗന്ദര്യം ഉണ്ടായിരുന്നവർ, ആരോഗ്യം ഉണ്ടായിരുന്നവർ, അവരതിനെ മുഴുവൻ ത്യജിച്ചുകൊണ്ടാണ് ഇതിനകത്തൊന്നും കഥയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സന്യാസത്തിലേക്ക് നീങ്ങുന്നത്, മോക്ഷത്തിലേക്ക്. ആ കൺസെപ്റ്റ് മാറിയിട്ട് ഇന്ന് ത്യജിക്കാൻ യാതൊന്നും ഇല്ലാത്തവർ സന്യാസത്തിലേക്ക് വരുന്നുണ്ട്. അവർക്ക് യാതൊന്നും ത്യജിക്കാനില്ല, പക്ഷേ കാഷായം മാത്രം ധരിച്ച് നാമധാരിയായിട്ട് നടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ബലം എന്ന് പറയുന്ന സാധനം സന്യാസിക്ക് ഇപ്പം പഴയതിൻ്റെ നാലിലൊന്നും പോലും ഇല്ല. കാരണം തൻ്റെ ഇടം കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ടാ ചാടിയെന്ന് പറയാൻ അവൻ എന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. അതില്ല.
അതില്ലാതെ വെറും വേഷധാരികളായിട്ട് നടക്കുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൂല്യശോഷണം ഈ സമൂഹത്തിനകത്ത് ഉണ്ടാകുന്ന എന്താണ് ഒരു മതിപ്പൂർവ്വം ഉണ്ടല്ലോ, സന്യാസ സമൂഹത്തിനകത്ത് ബാധിച്ചിട്ടുണ്ട്. പലരും ഒന്ന് ലൗകിക വിദ്യാഭ്യാസവും ഇല്ല, ആധ്യാത്മിക വിദ്യാഭ്യാസവും ഇല്ല, ഒരു സംഗതി ഇല്ലാതെ വെറും വേഷമായിട്ട് ഇറങ്ങുന്ന ഒരു പ്രവണത. അതിലേക്ക് എത്തിക്കരുത്. ഇപ്പം നമ്മൾ ഇത് അത് എത്തില്ലയോ എന്നുള്ളതൊന്നും അത് എത്തിയാൽ സമൂഹത്തിൽ ഒന്നുകൂടി സന്യാസം എന്ന് പറയുന്നത് അധപ്പതിക്കപ്പെടും. കാരണം ഇത് ലോകത്തിലെ ഏറ്റവും അവസാനത്തെ മാതൃകയാണ്. സന്യാസം എന്ന് ലോകത്തിലെ ഏറ്റവും അവസാനത്തെ മാതൃകയാണ്. അതായത് എല്ലാം ഉള്ളപ്പോഴും ഒന്നുമില്ലാത്തവനെ പോലെ ജീവിക്കുന്ന, അതെങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളതിൻ്റെ ലോകത്തിന് മുമ്പിൽ നമ്മൾ മാത്രമേ ഉള്ളൂ മാതൃക. ബിൽഗേറ്റ്സ് അടക്കം അങ്ങനെ വന്നിട്ടുണ്ട്. ബിൽഗേറ്റ്സ് അടക്കം കാഷായത്തിലേക്ക് എത്തിയില്ലെന്നേ ഉള്ളൂ. എല്ലാ സമൃദ്ധിയിൽ കൂടെ പോയിട്ട് ഇപ്പം നിസുനെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ മാതൃക ഇവിടെയാണ് കൊടുക്കേണ്ടത്. ആ മാതൃകയ്ക്ക് നമുക്കിവിടെ ത്യാഗത്തിൻ്റെ അതുപോലെ തന്നെ എന്താണ് എല്ലാ നിറവിൻ്റെയും ത്യാഗം എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ സന്യാസിമാർ കാണാൻ കഴിയണം. അതൊന്നും ഇല്ലാതെ യാതൊരു യോഗ്യതയില്ലാത്ത ആളുകൾ കഷായത്തിലേക്ക് വരികയും അവർ ഇതിൻ്റെ ഗുരുക്കന്മാരായിട്ട് നടക്കുകയും ചെയ്യുന്നത് അത് കാണുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇന്ന് ചെറുപ്പക്കാരും ഇതിനകത്തേക്ക് വരുന്നില്ല. ചെറുപ്പക്കാർ സന്യാസത്തിലേക്ക് വരാത്തതിന് പ്രധാനപ്പെട്ട കാരണം മതിപ്പ് പറയില്ല. കേരളത്തിലെ വരാതിരിക്കുന്നുള്ളൂ. ഓരോ തവണയും കുംഭമേളകളിൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ കുംഭമേളയിൽ ജൂനാഘാടയിൽ മാത്രം ചേർന്നത് ഏതാണ്ട് 75,000-ഓളം പുതിയ ആളുകളാണ്. ജൂനാഘാടയിൽ മാത്രം സന്യാസ ദീക്ഷ സ്വീകരിച്ചു. അത് പഴയ രീതിയിൽ തന്നെ നമ്പർ തുടരുന്നുണ്ടെന്നാണോ, അല്ല കൂടിയോ കുറയോ അങ്ങനെ എന്തെങ്കിലും? അല്ല, നമ്പർ കൂടുതലല്ല, ഏതാണ്ട് അതേപോലെ തന്നെ. ഏതാണ്ട് ഏകദേശം ഓരോ കുംഭമേളകളിലും ഈ പറഞ്ഞ പോലെ 50,000-നും 1,00,000-നും ഇടയ്ക്കൊക്കെ സന്യാസിമാർ. ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, നമ്മളുടെ സാമ്പത്തിക രംഗം വളരെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ആധുനിക ലോകത്ത്. അപ്പോൾ സമ്പത്ത് ഒരുപാട് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് പലയിടത്തും. അത് ഈ സന്യാസ സമൂഹങ്ങളിലേക്കും അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ആളുകൾ കാണുന്നത് സന്യസിച്ചാൽ സമ്പത്തുണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് ആ സാമ്പത്തിക താല്പര്യങ്ങളുമായിട്ട് ഇറങ്ങുന്ന സന്യാസിമാരുണ്ട്. രാജ്യം തന്നെ ഉണ്ടാക്കുന്നുണ്ട്, രാജ്യം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അത് ശരിയാണ്. അപ്പോൾ അവർ അപകടകരമായ രീതിയിൽ പിന്നീട് സന്യാസത്തിൻ്റെ മൂല്യത്തെ എടുത്തു കളയാമെന്ന് സത്സർവാനന്ദ സ്വാമി പറഞ്ഞത് ശരിയായിരിക്കാം. പക്ഷേ അഖാഡകളുടെ ധർമ്മം വേറെയാണ്. അത് അവർ പറയുന്ന പോലെ തന്നെ അഖാഡകളുടെ ധർമ്മം നിർവഹിക്കുമ്പോഴും അടിസ്ഥാന മൂല്യത്തിൽ സന്യാസം ഈ ആത്യന്തികമായ ജീവിത മൂല്യത്തെ പകരേണ്ടത് തന്നെയാണ്. അത് ശരിയാണത്. പിന്നെ വേറൊരു കാര്യം കൂടി, നമുക്ക് സന്യാസം തന്നെ ഏക വിധാനത്തിലുള്ളതല്ല. ഇപ്പോൾ ജ്ഞാനിയായ ഒരാൾ സന്യസിക്കുന്നതും ജ്ഞാനം ആഗ്രഹിച്ച് സന്യസിക്കുന്നവരുണ്ട്. വിവിധിഷാ സന്യാസവും വിദ്വത്സന്യാസവും. അതിൽ വിദ്വത്സന്യാസികളാണ് ഇപ്പോൾ സ്വാമിജി പറഞ്ഞ പോലെ സ്വസ്ഥമായൊരു അടുത്ത് അവർ ധ്യാനിച്ചിരുന്നാൽ തന്നെ ലോകത്തിന് ക്ഷേമം വരും. വിവിധിഷാ സന്യാസികൾ സന്യാസത്തിൻ്റെ ഉന്നത ശൃംഗങ്ങളിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിച്ച് സന്യസിക്കുന്നവരുണ്ട്. അവരുടെ അന്തസംഘർഷങ്ങളിൽ അവർ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കും. ചിലപ്പോൾ അവരുടെ കർമ്മങ്ങളിൽ നിന്നും മോചിതരല്ല, അവരുടെ പ്രാരബ്ധത്തിൽ നിന്നും മോചിതരല്ല. ഈ പ്രാരബ്ധം അവരെ എങ്ങോട്ടൊക്കെ നയിക്കുന്നവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. അപ്പോൾ അതൊക്കെ അപകടം ഉണ്ടാക്കാൻ സ്വാമിജി പറഞ്ഞ പോലെ ഇത് സാധ്യതകളുണ്ട് ഇതിലൊക്കെ. ഇതിനെ ഒരു ഡയമെൻഷൻ മനസ്സിലാക്കാൻ പറ്റില്ല. അപകടമുണ്ടാവാൻ സാധ്യത ഒന്നിൽ മാത്രമല്ല, എല്ലാറ്റിലും ഉണ്ട്. ഇപ്പം എത്രയോ വ്യാജ ഡോക്ടർമാരുണ്ട്. വൈദ്യമേഖലയുടെ പ്രഭാവത്തോട് തുടരും. ഉന്നതമായിട്ടുള്ള ആളുകൾ വൈദ്യം പഠിക്കാൻ വരും, അവർ നല്ല രീതിയിൽ ചികിത്സിക്കും. അറിയേണ്ട ആളുകൾ നല്ല വൈദ്യന്മാരുടെ അടുത്ത് പോകും. അത് നമുക്ക് റാഷണലായിട്ട് പറയാൻ പറ്റില്ല സ്വാമിജി. ഇപ്പോൾ വൈദ്യരംഗത്തിൽ ഇപ്പോൾ ഒരുപാട് വ്യാജന്മാരായി കഴിഞ്ഞാൽ ആ പ്രത്യേക വൈദ്യമേഖലയോടുള്ള ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. അല്ല, ഈ ആളുകളുടെ വിശ്വാസവും ഇല്ലായ്മയും ഒക്കെ അതിൻ്റെ ഭാഗത്താണ്. നമുക്കിതിലൊന്നും ചെയ്യാനില്ല. ഒരുപാട് പേര് സന്യസിക്കാൻ തീരുമാനിച്ചു, നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അല്ല, എന്തിനാ എല്ലാവരും ഒത്തിരി പേര് സന്യാസിക്കാനായിട്ട് ഇറങ്ങുന്നത്? ഇവിടെ ലോകത്തിൽ ഒരുപാട് കർമ്മങ്ങളില്ല, ചെയ്യണ്ടേ? എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഉപദേശം കൊടുക്കണം. ആർക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും? സന്യാസിമാർ തന്നെ, അതിൻ്റെ ആചാര്യന്മാർ തന്നെ ഉപദേശം കൊടുക്കണം. എവിടേക്ക് ഉപദേശം കൊടുക്കാൻ പറ്റും? ആർക്ക് ഉപദേശം കൊടുക്കാൻ പറ്റും? നമ്മൾ സമൂഹത്തിൻ്റെ മുമ്പിലാണ് നമ്മളെല്ലാം പ്രസന്റ് ചെയ്യുന്നത്. ആ സമൂഹത്തിൻ്റെ മുന്നിൽ നമുക്ക് ഉപദേശങ്ങൾ പ്രസന്റ് ചെയ്യണം. അല്ല, ഈ ഉപദേശങ്ങൾ പ്രസന്റ് ചെയ്യാന്നുള്ളത് എല്ലാ കാര്യത്തിലും എല്ലാ ആളുകൾക്കും പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ ചെയ്യാൻ തീരുമാനിച്ച ഒരാളുടെ മുമ്പിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് ഒരുപാട് ഇപ്പം സന്യാസിമാർ വെറുതെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി
അതിങ്ങനെ അല്ല, വെറുതെ- ആളുകളെ നഷ്ടപ്പെട്ടു പോകും. അല്ല, ഇതിന് സാമ്പ്രദായിക രീതിയിൽ വേണം. അല്ല, ഏത് തരത്തിലാണെങ്കിലും ഇല്ല ഇപ്പോൾ സ്വാമിജി, ഇപ്പം നമ്മൾ തന്നെ ഇപ്പം ചില ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, നമ്മുടെ കേരളത്തിൽ തന്നെ ചില ഗുരുക്കന്മാർ ഒരു തത്വദീക്ഷയില്ലാതെ വെറുതെ സന്യാസം കൊടുക്കും, ചെന്നാൽ ആർക്കും സന്യാസം കൊടുക്കും. അത് തന്നെ എന്തുമാത്രം പ്രശ്നങ്ങൾ അല്ല, ഉണ്ടാക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അതിലേ. ഒന്നും ചെയ്യാൻ പറ്റില്ല. നിർബന്ധമായിട്ടും സന്യാസം എന്നുള്ളത് കൃത്യമായിട്ടും ഈ പറയുന്ന, അതായത് ഇപ്പം അഖാഡയെ സംബന്ധിച്ചിടത്തോളം അഖാഡയ്ക്ക് ഒരാൾ സന്യാസിയാണോ സന്യാസി അല്ലയോ എന്നറിയാൻ, അഖാഡയിലെ സന്യാസിയാണോ സന്യാസി അല്ലയോ എന്നറിയാൻ അഖാഡയ്ക്ക് അഖാഡയുടേതായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്. അഖാഡയ്ക്ക് അഖാഡയിലെ സന്യാസിമാരെ നിയന്ത്രിക്കാനുള്ള മാർഗ്ഗങ്ങളുമുണ്ട്. അഖാഡയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് അത്രയും റിജിഡായിട്ടുള്ള സംവിധാനം അഖാഡയ്ക്കുണ്ട്. ഒന്ന് 2 3 വട്ടം സംസാരിച്ച് കഴിഞ്ഞാൽ ആൾ അഖാഡയിൽ നിന്നുള്ള സന്യാസിയാണോ സന്യാസി അല്ലയോ എന്നറിയാം. ഒരാൾ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അയാൾ അഖാഡയിൽ നിന്നുള്ള സന്യാസിയാണോ സന്യാസി അല്ലയോ എന്നറിയാം. ആ സന്യാസി അഖാഡയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനവും അഖാഡയ്ക്കകത്തുണ്ട്. അങ്ങനെയുള്ളൊരു സംവിധാനമൊന്നും പുറത്തില്ല. അത്രയേറെ പരമ്പരകളുണ്ട്, അത്രയേറെ രീതികളുണ്ട്. ഒരാൾ ഞങ്ങളുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വഴിക്ക് പോകുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ കാര്യം കൃത്യമായും ഭംഗിയായും ചെയ്താൽ സ്വാഭാവികമായിട്ടും നല്ലൊരു സംഗതി വലിയ പ്രഭാവത്തോടു കൂടി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പേരിലുണ്ടാകുന്ന ചീത്ത കാര്യങ്ങൾക്കൊന്നും നിലനിൽക്കാൻ പറ്റില്ല. അത് പലപ്പോഴും ചെയ്യേണ്ട ആളുകൾ ദുർബലരാകുമ്പോഴാണ് മറ്റുള്ള സാധനങ്ങൾക്ക് പ്രഭാവം കൂടുന്നത്. നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് നോക്കാനുള്ളത് നമ്മളുടെ കാര്യത്തിൽ മാത്രമേ. സ്വതവേ ആളുകളുടെ ഒരു ഇത് സൈക്കോളജി എന്ന് പറയുന്നത് ആൾക്കൂട്ടം, വലിയ ഓളം, ഈ ഡപ്പം കൂത്തെന്നൊക്കെ പറയുന്ന ആ സാധനത്തിലാണ് ആളുകളുടെ പൊതു ഇത്. അതെവിടെ കാണുന്നോ അതിലേക്ക് ആളുകളുടെ മനസ്സ് സ്വാഭാവികമായിട്ടും പോകും. എന്നിട്ട് അതിൻ്റെ വശത്തിനനുസരിച്ച് നീങ്ങുക എന്നുള്ള, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് ഇവിടുത്തെ വീഴ്ച കൊണ്ടാണെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. ഇപ്പുറത്തെ കൃത്യമായ ശുദ്ധ സാധനത്തിനകത്തെ വീഴ്ച കൊണ്ട് സംഭവിക്കുന്നതാണ് അവിടെ ആൾ കൂടുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അർത്ഥമില്ല. അത് അവിടുത്തെ ഈ ആൾക്കൂട്ടം കൊണ്ട് മാത്രം ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. അതായത് നമ്മളുടെ ഇതിൽ നമ്മളുടെ സങ്കല്പം ക്ഷയിക്കുമ്പോഴാണ് വേറൊരു സ്ഥലത്ത് ആളുകൾ വരും. ഇല്ല അതില്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യം. അല്ല, ഭൗതികമായിട്ട് മറ്റൊരു തരത്തിൽ നമുക്ക് പറയാം. പക്ഷേ ആധ്യാത്മികമായിട്ട് പറയുമ്പോൾ വിവേകാനന്ദ സ്വാമികളുടെ കാലത്താണ്, വിവേകാനന്ദ സ്വാമികളുടെ കൂടെയാണ് ഇവിടെ ഭാരതീയമായിട്ടുള്ള ആധ്യാത്മികതയിൽ താല്പര്യമുള്ള എല്ലാവരും ഉണ്ടായിരുന്നത്. നമ്മുടെ നിലനിൽക്കുന്ന സമ്പ്രദായങ്ങളൊക്കെ തന്നെ നല്ല ഗുരുക്കന്മാരിൽ നിന്ന് വന്നിട്ടുള്ള സന്യാസിമാരാണ്. ഇപ്പോൾ ശിവാനന്ദസ്വാമിയുടെ സന്യാസി പരമ്പരകൾ ഒക്കെ നോക്കുകയാണെങ്കിൽ, പിന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ, ഗുരുദേവൻ്റെ ഒക്കെ ആ സന്യാസ പരമ്പരകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ശിഷ്യന്മാർക്ക് ഗുണപരമായിട്ട് മെച്ചമുണ്ട്. മിടുക്കന്മാരാണ്. അപ്പം മിടുക്കം ഇല്ല എന്ന് പറയുന്നതിനകത്ത് കഥയില്ലെന്ന് ഞാൻ പറഞ്ഞു വന്നത്. ഇവിടെ ഈ സാധനങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അല്ല, ഈ അപ്പോൾ അതിൻ്റെ അഭാവം കൊണ്ടാണ് ഇവിടെ. അഭാവം കൊണ്ട് എന്നുള്ളതല്ല, പ്രഭാവമില്ലാത്തത് കൊണ്ടാണ്. ശ്രീരാമകൃഷ്ണ മഠത്തിൽ പഴയ വിവേകാനന്ദ സ്വാമികളോ രംഗനാഥാനന്ദ സ്വാമികളോ ഉണ്ടായിരുന്ന പോലുള്ള ഒരു പ്രഭാവം ആ മഠത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇന്നില്ലാത്തത് കൊണ്ടാണ് അവിടെ അന്നത്തെ കാലത്ത് അന്ന് എത്ര പെർസെൻറ്റേജ് ആളുകൾ വന്നിരുന്നോ അത്ര പെർസെൻറ്റേജ് ആളുകൾ ഇന്ന് വരാത്തത്. വൻവൃക്ഷമില്ല നേരത്തെ. അത് ഓരോ കാലത്തും അതിപ്പോൾ അവിടെ ഉള്ള ആളുകളുടെ കാര്യ സംവിധാനത്തിൻ്റെ കുറവൊന്നുമല്ല, ഉള്ള ആ പരമ്പരയെ ഭംഗിയായി കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ആ പ്രഭാവം അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് അവിടെ അത്രയധികം ആളുകൾ വരാത്തത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പം ഇതൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ സന്യാസത്തിൻ്റെ ഒരു നല്ല കാലത്തെയാണല്ലോ മുന്നോട്ട് കാണേണ്ടത്. സന്യാസത്തിൻ്റെ അല്ല, സമാജത്തിൻ്റെ ഒരു നല്ല കാലത്തിൻ്റെ. കാരണം സന്യാസം തീർത്തും അപ്രസക്തമായൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇന്നത്തെ കാലത്ത് സന്യാസത്തിൻ്റെ പ്രസക്തി എന്താണ്? അത് മൂന്നാളെന്ന് പറഞ്ഞാൽ. ഇന്നത്തെ കാലത്ത് സന്യാസത്തിൻ്റെ പ്രസക്തിയല്ല, മനുഷ്യജീവിതത്തിൻ്റെ ഒരു അർത്ഥം തേടുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ സന്യാസത്തിലേക്ക് വരുന്നത്. മനുഷ്യജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും ആത്യന്തികമായി ഈ സന്യാസഭാവത്തിലേക്ക് ഇവോൾവ് ചെയ്തേ മതിയാകൂ. ആത്യന്തികമായിട്ട് അവസാന ഘട്ടത്തിൽ അതാണ് നമ്മൾ ആശ്രമങ്ങൾ എന്നുള്ള നിലയ്ക്ക് പറയുന്നത്. അത് മനുഷ്യൻ്റെ എൻഡാണത്. മനുഷ്യൻ്റെ അന്വേഷണത്തിൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം തന്നെയാണത്. അത് ഇങ്ങനെ കാഷായിടാന്നല്ല അർത്ഥം. കാഷായിടുന്നത് എന്നല്ല, അവൻ്റെ ബോധതലത്തിൽ അവന് വികാസം ഉണ്ടാകണം, വളർച്ച ഉണ്ടാകണം, അവൻ്റെ ജൈവ പരിണാമത്തിനപ്പുറത്തൊരു ബോധപരിണാമം ഉണ്ടാകണം. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഗൃഹസ്ഥനും സന്യാസിയാകാം, ഒരു അമേരിക്കക്കാരനും ഉഗാണ്ടക്കാരനും സന്യാസിയാകാം, ചൈനക്കാരനാകാം, ഇന്ത്യക്കാരന് മാത്രമല്ല. സന്യാസം മാനവരാശിയുടെ ഒരു സാധ്യതയാണ്. ആ സാധ്യതയിലേക്ക് നമുക്ക് ഏത് രീതിയിൽ ഇന്നത്തെ ഇൻഫർമേഷൻ ഏജിൽ, നിർമ്മിത ബുദ്ധിയുടെ കാലത്തൊക്കെ എങ്ങനെ നമുക്ക് നമ്മുടെ റോള് നിർവഹിക്കാൻ പറ്റുന്നുള്ളതാണ്. ഭാരതത്തിൻ്റെ റോളുണ്ടല്ലോ, അത് കൃത്യമായിട്ട് നിർവഹിക്കാൻ കഴിയുകയാണെങ്കിൽ ലോകത്ത് ശാന്തി, സമാധാനം, സുഖം അത് സന്യാസത്തിൻ്റെ ഒരു സാധ്യതയായിട്ടിരിക്കുന്നുണ്ട്.
സന്യാസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ഈ ലോക വ്യവഹാരത്തിലൊന്നും ചെയ്യാനില്ല. അത് നേരത്തെ സ്വാമിജി പറഞ്ഞ പോലെ മനുഷ്യജീവൻ്റെ ഒരു പൂർണ്ണത, ആ പൂർണ്ണതയിൽ എത്തിച്ചേർന്ന് വിശ്വപ്രകൃതിയിൽ ലയിക്കുന്നതിന് മുമ്പായിട്ടുള്ള ഒരവസ്ഥയാണ്. ഇവിടെ ചെയ്യാനുള്ളത് മുഴുവൻ സാമാജികരായിട്ടുള്ള ആളുകൾക്കാണ്, ഗൃഹസ്ഥരായിട്ടുള്ള ആളുകൾക്കാണ്. അതിന് അത്യാവശ്യമായ ഘട്ടത്തിൽ മാർഗനിർദ്ദേശം നൽകുക എന്നുള്ളത് മാത്രമാണ്, അതും ഗൃഹസ്ഥരിൽ നിന്ന് തന്നെയുള്ള ഗുരുക്കന്മാർക്കും ആചാര്യന്മാർക്കും കഴിയുന്ന കാര്യമുള്ളൂ. സന്യാസിയുടെ തപസ്സിൽ തന്നെ ഇരിക്കുന്ന ആളുകളാണ് ഭാരതീയമായിട്ടുള്ളൊരു പരമ്പര അനുസരിച്ച്. അപ്പം അത് നേരത്തെ പറഞ്ഞ പോലെ സമാജത്തിൽ ചില താൽക്കാലികമായിട്ടുള്ള ക്ഷീണങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ അത് വിട്ട് വന്ന് പണിയെടുക്കുകയാണ് ഇപ്പോൾ സന്യാസി ചെയ്യുന്നത്. ഏത് കർമ്മത്തിലും കർമ്മത്തിനോട് തീയോട് ചേർന്ന് പുകയുണ്ടെന്ന് പറയുന്ന പോലെ കർമ്മത്തിനോട് ചേർന്ന് തമസ്സുണ്ട്. അത് സന്യാസിയുടെ തമസ്സിനെയും സന്യാസിയുടെ വ്യവഹാരങ്ങളെയും ഒക്കെ ബാധിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു സമയത്ത് സന്യാസി ഇതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല, എല്ലാറ്റിൻ്റെയും ഭാഗമായി നിൽക്കുന്ന ഒന്നായി മാറും. നമ്മൾ ഒരു നിഷ്ഠയോട് കൂടിയിട്ട് സമ്പ്രദായികമായിട്ട് സന്യാസം എന്ന് പറയുന്ന ആശ്രമത്തെ സ്വീകരിക്കുന്നത് ശരീരത്തെ ഗാർഹപത്യാഗ്നി എല്ലാ 5 അഗ്നികളെയും ഉള്ളിലേക്ക് സ്വീകരിച്ച് ശരീരത്തെ അഗ്നിയിൽ ഹോമിച്ചിട്ടാണ്. നിലവിളക്ക് കൊളുത്താൻ പോലും വിധിയില്ല, ജപത്തിന് വിധിയില്ല, പൂജ ചെയ്യാൻ പാടില്ല. സകല ജന്തുക്കളുടെയും ജൈവ സ്വഭാവമാണ് സുഖം വേണം, സ്വസ്ഥത വേണം എന്നുള്ളത്. സകല ജീവരാശികൾ, ഞാൻ മുതിർന്ന പട്ടികളെ കണ്ടിട്ടുണ്ട്, നായ്ക്കൾ തെരുവിൽ ചിലന്മാർ കിടക്കും, ചിലപ്പോൾ ചില വീടുകളിലുണ്ട്. അമ്മമാർ ഒരു കാലം കഴിഞ്ഞ് ഒരു പ്രായത്തിനപ്പുറത്തേക്ക് കിടന്നാൽ വേറെ ആരും അടുപ്പിക്കില്ല, അടുത്ത് കൊഞ്ചിക്കാൻ പോലും ചെല്ലുകയില്ല, സമ്മതിക്കില്ല. പൂച്ചകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അടുത്ത് ഇണങ്ങാൻ പറ്റുന്ന 2 സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മുതിരും തോറും ഇത് തങ്ങൾക്ക് ഇതുവരെ പോയിരുന്ന സാധനത്തിനെ നിത്യമായിട്ട് നിലനിർത്താൻ പറ്റുന്ന രീതിയിൽ ഉള്ള സാധനത്തിനെ എല്ലാം അകറ്റി നിർത്തുക എന്നുള്ള ജൈവ സ്വഭാവമാണ്. അപ്പോൾ അത് സെലക്റ്റീവായിട്ട് എടുക്കുന്നു എന്നുള്ളതാണ് മനുഷ്യനെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. അപ്പം നേരത്തെ തന്നെ തിരിച്ചറിയുന്നു. ഈ പറയുന്ന നിത്യമായിട്ടുള്ള സുഖം, സ്വസ്ഥത എന്നതാണ് പരമായിട്ടുള്ളത്, അതാണ് എൻ്റെ സ്വരൂപം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്വരൂപത്തിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വ്യവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്ന നിലയിലാണ് ഭാരതത്തിൽ ഈ ആത്മീയത അല്ലെങ്കിൽ സന്യാസ ജീവിതം എന്നത് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഈ സ്വസ്ഥത എന്നുള്ളത് എല്ലാവരുടെയും ജൈവ സ്വഭാവം, സ്വരൂപ സ്വഭാവം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതെല്ലാ കാലങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കും, നൈസർഗികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ സ്വരൂപത്തിന് കോട്ടമൊന്നും ഉണ്ടാക്കാതെ നമുക്ക് നമ്മളായിട്ടിരിക്കാൻ കഴിയുക എന്നത് പ്രേരിപ്പിക്കുകയാണ് സന്യാസത്തിൻ്റെ ഒന്നുമില്ല. ഏതായാലും വളരെ വ്യത്യസ്തമായ, എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ചിലപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് സംഭവിച്ചിട്ടുണ്ടാവില്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അപ്പോൾ ആ ദീർഘ സംഭാഷണത്തിൽ നമുക്ക് പല കാര്യങ്ങളും ചർച്ച ചെയ്യാൻ സാധിച്ചു. ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത 3 സന്യാസി ശ്രേഷ്ഠന്മാർക്കും നന്ദി അറിയിക്കുന്നു.